ജയതാം മമ വാങ്മയ ജീവിതം വസന്തം നവനീതചോരം പ്രജാംഗനാനാം ജദൂലചോരം അനേകജന്മാർജിതപാപചോരം ചോരാഗ്രഗണ്യം തമഹം സ്മരാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജനങ്ങളെ, ശ്രീമദ്ഭാഗവത സപ്താഹത്തിൽ കൃഷ്ണായ നമോ നമഃ ആറാമത്തെ ദിനമായിരിക്കുന്ന ഇന്ന് ഭഗവാന്റെ ആ ദിവ്യലീലകളെ, ഓരോരോരോരോ ലീലകളെ അങ്ങനെ ഉത്തരോത്തരം പ്രധാനങ്ങളായിട്ടുള്ള ചരിത്രങ്ങളെ പറഞ്ഞങ്ങനെ എത്തി 80, 81 2 അധ്യായങ്ങളെ കൊണ്ടാണ് സാക്ഷാൽ പരമഭാഗവതനായി സാർത്ഥേന്ദ്രിയ ആയി ശ്രീ കരുണാനിധിയായ ശ്രീകൃഷ്ണ ഭഗവാനോടുകൂടെ കൃഷ്ണ 64 ദിവസങ്ങൾ കൃഷ്ണ ഏത് സമയത്തിലും ഭഗവാൻ കൃഷ്ണ എവിടെയോ അവിടെ കുചേലനും ഹാ സതീർത്ഥനായും പരമഭക്തനായും ആത്മാരാമനായും പരമജ്ഞാനിയായും പരമവൈരാഗിയുമായ ആ കുചേലൻ കഴിച്ചുകൂട്ടി. ഹാ ഗുരുമുഖത്തിൽ നിന്ന് മറ്റുള്ള വിദ്യാഭ്യാസങ്ങളെല്ലാം കഴിഞ്ഞതോടുകൂടെ പരമകരുണാനിധിയായ ഭഗവാന്റെ യഥാർത്ഥ തത്വത്തെ അറിഞ്ഞ സാന്ദീപനി മഹർഷിയിൽ നിന്ന് ഭഗവത് തത്വങ്ങളെ മുഴുവനും കേട്ട് ഗ്രഹിച്ച് കൃഷ്ണ വിരാഗിയായി ധർമ്മത്തിന് വേണ്ടി ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച് ധർമ്മപത്നിയോടും പുത്രന്മാരോടും കൂടെ ഗൃഹത്തിൽ ഇരുന്നനെ ഭഗവാനെ ധ്യാനിച്ച് ബന്ധമില്ലാതെ കൃഷ്ണ ഗൃഹത്തിൽ ഗൃഹേഷു അതിഥിവൽ അതിഥിയെപ്പോലെ വസിച്ചിരിക്കുന്ന കുചേലന്റെ ചരിത്രം നമ്മൾ കേട്ടാണ് നിർത്തിയത്. അതിനുശേഷം പിന്നെ 82 മുതൽക്കുള്ള അധ്യായങ്ങളെ കൊണ്ട് കൃഷ്ണായ നമഃ 4 അധ്യായങ്ങളെ കൊണ്ട് സമന്തപഞ്ചകത്തിലെ തീർത്ഥസ്നാനത്തെ പറ്റിയും അവിടെ വെച്ച് ദേവകി രോഹിണി ഈ 2 മഹതികൾ പരമഭാഗ്യവതികൾ അതിസുഹൃത്തിനികൾ അവര് യശോദാദേവി വന്നു എന്നങ്ങനെ അറിഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ച് ആ അന്യോന്യം ഭഗവത് ചരിത്രത്തെയും ഭഗവാനെ വളർത്തി യശോദയമ്മ 11 സംവത്സരം കാലം വളർത്തി ആ ദേവകിക്ക് തിരിച്ചു കൊടുത്തതിൻ്റെ ഒരു കൃതജ്ഞതയെപ്പോലും എന്തൊരവസ്ഥ കിട്ടിയാലും എനിക്കിതിനൊരു പകരം ചെയ്യാൻ സാധിക്കാത്ത നിലയിലാണ് എന്നെ രക്ഷിച്ചു തന്നിട്ടുള്ളത് എൻ്റെ കുട്ടിയെ എന്നങ്ങനെ പ്രദേശിനിയോട് നന്ദി പറഞ്ഞു ദേവകീദേവി എന്നും. അത് കഴിഞ്ഞതോടുകൂടെ രോഹിണി പറഞ്ഞു, ഹേ വ്രതേശ്വരി യത്തത്തി പറഞ്ഞു. ദേവകി പറഞ്ഞത് പരമാർത്ഥം എങ്കിലും ദേവകിയുടെ കാര്യത്തിൽ സ്വന്തം കുട്ടി എന്ന നിലയിലാണ് കൃഷ്ണനെ 11 സംവത്സരം വളർത്തിയിട്ടുള്ളത്. ഞാനും എൻ്റെ കുട്ടിയും അതല്ലല്ലോ. എത്ര കൊല്ലമാണ് അവിടെ താമസിച്ചത്, എത്ര വർഷം കാലങ്ങളാണ്. എൻ്റെ ഒരു നില എന്നും ഞാൻ പ്രദേശിക്ക് കടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത്യാദികളായ ആ സത്യവചനങ്ങളെ കൊണ്ട് ആ അതിവ്രതകളായ കൃഷ്ണ ദേവകീ രോഹിണി യശോദാദികളും അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളും സർവേശ്വരന്റെ ചരിത്രങ്ങളെ കൊണ്ട് അങ്ങനെ ശുദ്ധാക്കിയെന്നും ഗോപസ്ത്രീകൾ കൃഷ്ണായ നമഃ ഒരു യാത്ര പോലും പറയാതെ പോയിരിക്കുന്ന വ്യസനത്തോടുകൂടെ മോഹിച്ചതിരിക്കുന്നതായ ഗോപസ്ത്രീകളാണ് ഭഗവാനെ വന്ന് കണ്ടത്. അവിടെ അങ്ങനെ നേത്രാന്തസംജ്ഞ കൊണ്ട് അറിയിച്ചപ്പോൾ ആ ഭക്തകളെ അനുഗ്രഹിക്കാനായിട്ട് അവരുടെ സമീപത്തിൽ ചെന്നു എന്നും ആ ഗോപസ്ത്രീകളുടെ ഓരോരോ വിധങ്ങളായ അപേക്ഷകളെ ഭഗവാൻ കേട്ടു. സന്തുഷ്ടനായിട്ട് പറഞ്ഞു, കൂട്ടരെ നിങ്ങളോട് ഞാൻ വിട്ടുപിരിഞ്ഞിട്ടില്ല, നിങ്ങൾക്കത് ഞാൻ അനുഭവപ്പെടുത്താം, നിങ്ങൾ കണ്ണടച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞപ്പോൾ ഭഗവത് വാക്യത്തെ വിശ്വസിച്ച് കണ്ണടച്ചവരായ ഗോപസ്ത്രീകൾക്ക് 3.5 കൊല്ലം കാലങ്ങളായിട്ട് അനുഭവിച്ചിരിക്കുന്ന രാസലീലാ സുഖം അടച്ച കണ്ണ് തുറക്കുമ്പോഴേക്കും ഭഗവാൻ അനുഭവപ്പെടുത്തി അവരെ ആനന്ദിപ്പിച്ച് അവരെ ഉപദേശത്തിന് കൊണ്ട് അവരോട് പറയാണ്, അവരോട് ഉപദേശിച്ചു, ഞാൻ സകല ഭൂതങ്ങളിലും ഇരിക്കുന്നവനാണ്, ഗോപികമാരെ നിങ്ങളിൽ ഞാൻ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ആനന്ദം അനുഭവിച്ചുകൊള്ളുവൻ എന്നങ്ങനെ തൃക്കൈകൊണ്ട് ഓരോരുത്തരെയും തൊട്ട് സൽഗുരുവര്യന്മാരിൽ വെച്ച് അതിശ്രേഷ്ഠനായ ശ്രീഗുരു ഗുരുവായൂരപ്പൻ അവർക്ക് അനുഭവപ്പെടുത്തി അങ്ങനെ കൊടുത്തു. അവരനുഭവപ്പെട്ടു എന്ന് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നു? അവർ പറഞ്ഞു, അവർ നമസ്കരിച്ചു, അവരുടെ പ്രാർത്ഥനയാണ്. ആഹുശ്ചതേ നളിനനാഭ പദാരവിന്ദം
യോഗേശ്വരൈ കൃതിവിചിന്യം അഗാധബോധൈ സംസാരിണാം കരുണയാ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. അവരെ പ്രാർത്ഥിച്ചും കൊണ്ട് കൃഷ്ണായ നമോ നമഃ, ഞങ്ങൾ ഗൃഹത്തിലിരിക്കുന്നവരാണെങ്കിലും ആഹുഷ്ടതേ നളിനനാഭ പദാരവിന്ദം യോഗേശ്വരൈ കൃതിവിചിന്യം അഗാധബോധൈ സംസാരകൂപപതിതോത്തരണാവലംബം ഗേഹന്യുഷാമപി മനസ്സിരിയാൽ സദാമാ. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ബോധ്യമായി, അനുഭവപ്പെട്ടു. ശുകദേവൻ പറയുകയാണ്, അധ്യാത്മശിക്ഷയാ ഗോപ്യ ഏവം കൃഷ്ണേന ശിക്ഷിതാ. ഇപ്രകാരം അധ്യാത്മശിക്ഷ കൊണ്ട്, ആത്മോപദേശം കൊണ്ട് ഗോപികളെയും കൃതകൃത്യങ്ങളാക്കി അനുഗ്രഹിച്ചു. പിന്നെയും അവിടെ അനേക ലീലകള് വൈദർഭി വിദർഭരാജപുത്രിയായിരിക്കുന്ന രുക്മിണീ ദേവി തൊട്ടുള്ള ഭഗവാന്റെ ഭക്തിമാരോട് ധർമ്മപുത്ര മഹാരാജാവിൻ്റെ പ്രാണപ്രേയസിയും പട്ടമഹിഷിയുമായിരിക്കുന്ന പാഞ്ചാലി ദേവിയുടെ കല്യാണ കഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അവരുടെ ആ അക്ഷരങ്ങളുമായ കല്യാണ ചരിത്രങ്ങളും ഋഷീശ്വരന്മാർ വന്നങ്ങനെ കണ്ട് ആ ഭഗവാനുമായിട്ട് ചെയ്തിരിക്കുന്ന സംഭാഷണങ്ങളും ആ ഋഷീശ്വരന്മാരോടുകൂടെ വസുദേവൻ അവിടെ വെച്ച് നടത്തിയിരിക്കുന്ന യാഗചരിത്രം ഇത്യാദികളായ ആ ചരിത്രങ്ങളെ ഒന്നാണ് അനുസ്മരിപ്പിച്ചു ശുകദേവൻ. കൃഷ്ണായ നമോ നമ. അടുത്തത് ഭഗവാന്റെ ചരിത്രങ്ങൾ, കൃഷ്ണ അത്യത്ഭുതങ്ങൾ കേട്ട് ആനന്ദതുന്തിലനായി രോമാഞ്ചകഞ്ചുകിതനായി ബാഷ്പപൂർണ്ണനേത്രനായിരിക്കുന്ന വസുദേവൻ തൻ്റെ ധർമ്മപത്നിയോടുകൂടെ ഒരു ദിനത്തിൽ ശ്രീകൃഷ്ണൻ നമസ്കരിച്ച് ആ മാതാപിതാക്കന്മാരെ നമസ്കരിച്ച് തൊഴുതുകൊണ്ടങ്ങനെ മുൻപിൽ നിൽക്കുന്ന അവസരത്തിൽ ആ ജ്യേഷ്ഠന്മാരെ ഒന്ന് കാട്ടിത്തരണമെന്നങ്ങനെ പറഞ്ഞപ്പോൾ മഹാബലിയുടെ അടുക്കൽ ചെന്ന് ആ ഷഡ്ഗർഭന്മാർ ഇന്ന് പ്രസിദ്ധമായിട്ടുള്ളവർ കൃഷ്ണായ നമ കംസൻ വധിച്ചിട്ടുള്ളതായ ആ കുട്ടികളെ കൊണ്ടുവന്നങ്ങനെ കാട്ടിക്കൊടുത്തിരിക്കുന്ന ചരിത്രം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ശുകദേവൻ അങ്ങനെ ഇരുന്നപ്പോൾ മഹാരാജാവ് ചോദിക്കുന്നു, അല്ലേ ഗുരു, ചരിത്രങ്ങൾ അനവധി കേട്ടു. ഈ കേട്ട കൂട്ടത്തിൽ കൃഷ്ണായ നമോ നമ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരു ചരിത്രം. ഇതേവരെ കൃഷ്ണായ നമോ നമഃ അതവിടുന്ന് പറഞ്ഞു തന്നില്ല, അതൊന്ന് കേട്ടേ കഴിയൂ. എന്താണെന്ന് വെച്ചാൽ വീരാഗ്രേസരനായിരിക്കുന്ന മധ്യമ പാണ്ഡവനായിരിക്കുന്ന ഭഗവാന്റെ കയ്യും കോർത്ത് പിടിച്ചുകൊണ്ട് കൃഷ്ണായ നമ ഭഗവാന്റെ സഖിയായിട്ട് അങ്ങനെ എഴുന്നേരുന്ന ആ അർജുനൻ ഉണ്ടല്ലോ, എൻ്റെ വലിയ മുത്തശ്ശൻ, അദ്ദേഹം ആ ഭഗവാന്റെ സഹോദരിയെ കല്യാണം കഴിച്ചു അങ്ങനെ പ്രസിദ്ധമായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ആ സുഭദ്രയുടെ കല്യാണം ഉണ്ടായത്. അതൊന്ന് പറഞ്ഞ് കേൾപ്പിക്കണം എന്നാണ് പറഞ്ഞപ്പോൾ അറിയാണ് അദ്ദേഹം, മഹാരാജാവെ, ഉചിതമായി അവരവരുടെ കുലത്തിൽ യോഗ്യതയുള്ളവരുടെ ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ളൊരു ആവശ്യമാണ്. കേൾക്കൂ, ഞാൻ പറയാം. കൃഷ്ണായ നമോ നമഃ. അർജുനസ്തീർത്ഥയാത്രായാം. അർജുനൻ ഒരിക്കൽ ഒരു തീർത്ഥയാത്ര വേണ്ടി നിയമപ്രകാരമുള്ളതായ കൃഷ്ണായ നമോ നമഃ ഇന്നുന്ന കൃഷ്ണായ നമ നാരദ മഹർഷി വന്ന് ഉപദേശിച്ച് ശ്രീകൃഷ്ണ സുന്ദോപസുന്ദന്മാരുടെ ചരിത്രം പറഞ്ഞ് കേൾപ്പിച്ച് കൃഷ്ണ ഓരോരോ വർഷം ഓരോരോ ആ വല്ലഭന്മാരെ സ്വീകരിക്കുക എന്നുള്ളൊരു നിയമം വെച്ചിരുന്നു. ഇല്ലെങ്കിൽ തങ്ങൾ തള്ളി വന്ന് കൃഷ്ണായ നമോ നമ നശിക്കില്ലേ? അതിന് വേണ്ടിയിട്ട് ആ നിലയിൽ അർജുനന് കൃഷ്ണായ നമോ നമ ബ്രാഹ്മണ രക്ഷയ്ക്കു വേണ്ടിയിട്ട് അർജുനൻ ആ ധർമ്മപുത്രനും പഞ്ചാലിയും കൂടെ ഇരിക്കുന്നതായ ആ കൃഷ്ണായ നമ അവസരത്തിൽ അവിടെ ചെന്ന് ആയുധമെടുക്കേണ്ട ഒരു ആവശ്യം വന്ന് പ്രവേശിച്ചതിൻ്റെ ഫലമായിട്ടാണ് കൃഷ്ണായ നമ ഈ തീർത്ഥയാത്ര വേണ്ടി വന്നത്. ഇതെവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ ആഗ്നേയ പുരാണത്തിലാണ് ഈ ചരിത്രം പറയുന്നത്. അങ്ങനെ കൃഷ്ണായ നമ എടുത്ത് ആ ബ്രാഹ്മണനെ രക്ഷിച്ചതോടു കൂടിയിട്ട് അർജുനൻ തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് പ്രഭാസ തീർത്ഥത്തിൽ അങ്ങനെ എത്തി. പ്രഭാസ തീർത്ഥത്തിൽ എത്തി സംവത്സരം കഴിഞ്ഞു. അവിടെ തുടങ്ങിയിരിക്കലെത്തിയാൽ കഴിഞ്ഞില്ലേ? കൃഷ്ണായ നമ അവിടുന്ന് അങ്ങനെ കേട്ടു. എന്ത് കേട്ടു? കൃഷ്ണായ നമോ നമഃ. ദ്വാരകയിലേക്ക് ചരിത്രം ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് മോഹമായി അങ്ങനെ ആ വല്ലവനും വന്നിട്ടുണ്ടോ ഇവിടെ? തീർത്ഥമല്ലേ, പലർക്കും പ്രവേശമുള്ളൊരു സ്ഥലമല്ലേ എന്നങ്ങനെ നോക്കിയപ്പോഴാണ് ഹരേ ഗദർ എന്ന് പ്രത്യേകിച്ച് ആ നാമത്തോടു കൂടി ഇരിക്കുന്നതായ ഒരു യാദവനെ അവിടെ വെച്ചത് കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ
കൈപിടിച്ചങ്ങനെ കുലുക്കിയാണ് ചോദിച്ചു, എന്തൊക്കെയാണിപ്പോൾ ആ ദ്വാരകയിലേക്ക് വർത്തമാനം? അങ്ങ് അറിയുന്നപ്പൊന്നെ പറഞ്ഞു കേൾപ്പിച്ചാൽ കൊള്ളാം, എനിക്കത് അറിഞ്ഞാൽ കൊള്ളാം ഒരു മോഹമുണ്ട്. എടുത്ത വാക്ക്, ആദ്യത്തെ വാക്ക് ഇപ്പൊ ദ്വാരകയിലേക്ക് ഒരു കഥ. കൃഷ്ണ കൃഷ്ണ ഗൃഹേ ഗൃഹേ ജനേ ജനേ, ഗൃഹം തോറും ഗൃഹം തോറും ജനം തോറും ജനം തോറും എന്ന് പറയട്ടെ. ഇപ്പൊ ഇവിടത്തെ വലിയൊരു വിഷയമായിട്ട് ഇരിക്കുന്നത് സുഭദ്രയുടെ കല്യാണത്തെ പറ്റിയാണ്. എന്താഹേ ചോദിച്ചു. അത് 2 പക്ഷത്തിലായിട്ട് അങ്ങനെ നിൽക്കുക. ഏത് സുഭദ്രയുടെ കല്യാണേ? കൃഷ്ണ 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 കൃഷ്ണ. ബലരാമൻ പറയണു, ഹാ സഹോദരി മിടുമിടുക്കി, എന്താ അവളെ? ദുര്യോധനായ രാമസ്ഥാനം ദാസ്യതീതി. രാമൻ ദുര്യോധനന് കൊടുക്കണം സുഭദ്രയെ. ഇപ്പോ രാമനും ഭാഗ്യവും ഒരഭിപ്രായം. പിന്നെയോ നജാവരേ, ദുര്യോധനന് കൊടുത്താൽ പറ്റില്ല. ദുര്യോധനല്ല അതിൻ്റെ അങ്ങനെ അത്ര വേണ്ട, ആവില്ല. ഇങ്ങനെ 2 പക്ഷത്തിലാണ് നിൽക്കുകയാണ്. എന്നാ ആവില്ല എന്നുകൊണ്ട് ബലഭദ്രസ്വാമിയുടെ അടുക്കൽ പറയോ? അത് പറയില്ല, വയ്യ പറയൂയ്യ. പിന്നെയോ പിന്നെ അതിനൊരിട്ട സമ്പ്രദായങ്ങളുണ്ട്. കൃഷ്ണ മനസ്സില്ലാത്ത കാര്യം അത് പറയാൻ തുറന്നു പറയാനോ വയ്യാത്തൊരു നിലയില്ലേ? എത്രയാളും അവരുടെ സംശയം തീരാത്ത നിലയിൽ ഇങ്ങനെ ഒട്ടപ്പാലം നിൽക്കുകയാണ് അവിടെ. അതുകൊണ്ട് എന്താ വേണ്ടു സകല ദിക്കിലും ഈ അഭിപ്രായമാണ്. ഭഗവാനോ, ഭഗവാൻ ആരോടും ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നിശ്ചയമുണ്ട്. അദ്ദേഹത്തിന്റെ അവതാര പ്രയോജനത്തിൽ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാത്? പാണ്ഡവാനാം ഹിതാർത്ഥായ കൗരവാനാം വിനാശായ. ഇത് 2 ഉദ്ദേശം. അപ്പോൾ കൗരവന്മാരെ നശിപ്പിക്കണമെന്നും പാണ്ഡവന്മാർക്ക് മേൽക്കുവേർ ആ മാനം കൊടുത്ത് കൃഷ്ണ ഹക്കേവന്മാരാക്കി തീർക്കണമെന്നും. അതോടുകൂടി ഭഗവാൻ ദുര്യോധനന് കൊടുത്താൽ പറ്റില്ല, ഭാരതയുദ്ധം വേണം. ഭാരതയുദ്ധത്തിൽ കൃഷ്ണ ദുര്യോധനെ കൃഷ്ണ 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 ഹാ ഭീമസേനന്റെ ഗത കൊണ്ടങ്ങനെ അടിച്ചങ്ങനെ ആ തൊടയൊടിച്ച് മുട്ടൊടിച്ച് കൃഷ്ണ ഓർക്കളത്തിൽ അങ്ങനെ വീഴ്ത്തേണ്ട ചുമതലയുണ്ട്. ആർക്ക്? ഭഗവാന്. എന്താ അങ്ങനെ ഒരു ചുമതല വന്നത് അദ്ദേഹത്തിന്? അതോ ഹാ പതിവ്രതാശിഖാമണിയായിരിക്കുന്ന പാഞ്ചാലി ദേവിയെ അപമാനിച്ച അവസരത്തിൽ നെഞ്ചത്ത് കൈവച്ച് വിളിച്ച് കൃഷ്ണായ നമോ നമഃ ആ വസ്ത്രാക്ഷേപം ചെയ്ത ദിക്കിൽ ആ പതിവ്രത ശപിച്ചിട്ടുണ്ട്. ഏത്? ഭീമന്റെ ഘോര ഗതാഹതിയേറ്റ് ഗുരുതിരിഞ്ഞ് രണത്തിൽ വലിക്കാം. അതങ്ങനെ വിടുവോ ഭഗവാൻ? പാഞ്ചാലി ദേവിയുടെ ആ ശാപത്തിനെ ഫലവത്താക്കി തീർക്കാനായിട്ട് കൃഷ്ണായ നമോ നമ. പിന്നൊരവസരം. ഇതെല്ലാം കഴിഞ്ഞു, വനവാസവും കഴിഞ്ഞു, കൃഷ്ണ അജ്ഞാതവാസവും കഴിഞ്ഞു. കൃഷ്ണ മധ്യസ്ഥം സംസാരിച്ച് സന്ധി ഉണ്ടായില്ല, തിരിച്ചു കൊടുത്തില്ല. ഭഗവാൻ തന്നെ ചെന്ന് കൃഷ്ണ ദൂത് പറയാനായിട്ട്. അപ്പോഴോ ആ പാഞ്ചാലി ദേവി ഭഗവാനെ അവിടുന്ന് ദൂതൻ എഴുന്നള്ളരുതേ, പോകരുതേ. പാഞ്ചാലി, ഞാൻ എന്തിനു പോകണമെന്ന് വിചാരിക്കണു? കൃഷ്ണായ നമോ നമ. ഞാനിപ്പോൾ ദുര്യോധന്റെ അടുക്കൽ ചെന്ന് മധ്യസ്ഥമായിട്ട് ഈ കാര്യം തീർക്കാൻ പോകുമല്ലോ. സംശയിക്കണ്ട. പിന്നെ എന്തിനാണ് അവിടുന്ന് എഴുന്നള്ളുന്നത്? ആഹാ, കുരുവര കുനയഖ്യാപനായ കുരുവരന്റെ ദുര്യോധനൻ അവന്റെ ആ കുൽസിതങ്ങളായിട്ടുള്ള ഓരോരോ നയങ്ങളുണ്ട്, പ്രവൃത്തികളെ. ഏത്? വിഷം കൊടുത്തതും കയത്തിൽ കെട്ടിത്താത്തതും മറക്കില്ലത്തിൽ ചുട്ടതും ഇങ്ങനെ ചില അത് പരക്കെ അറിഞ്ഞിട്ടില്ല ഇപ്പം ആരും. അതൊന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോരെ ഇങ്ങനെ ഒരാൾ ദൂതനെ കിട്ടിയാലേ. അപ്പോഴും പാഞ്ചാലി ദേവി പ്രാർത്ഥിച്ചു, കുരുകുലാധിപൻ തന്നോടുമെല്ലവേ സരസനം ദൂതരുൾ ചെയ്യുമ്പോ മുരഹരാഭവാൻ എൻ്റെ തലമുടി നിരൂപിച്ചേക്കണേ ദേവനാരായണ. കാറ്റി അങ്ങനെ കൊടുത്തു. പാഞ്ചാലി ഒക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. കൃഷ്ണ ആകാശം താഴെ വീണാലും മഹാമേര് പൊട്ടിത്തെറിച്ചാലും കൃഷ്ണന്റെ വാക്ക് മിഥ്യയാവില്ല. എൻ്റെ ഏട്ടന്റെ തലയിൽ നിന്ന് ആ കിരീട ഊരി വെപ്പിച്ചില്ലേ ആ ദുര്യോധനൻ കൂട്ടുകാരോട് കൂടിയിട്ട്? ആ കിരീടം ഞാൻ തിരിച്ചെടുത്ത് സകല എണ്ണത്തിനെയും ആ പോർക്കളത്തിലിട്ട് അടിച്ചു കൊല്ലിച്ച് ആ കിരീടം ഉത്തമാംഗത്തിൽ വെച്ചിട്ടില്ലെങ്കിൽ ഞാനന്ന് കൃഷ്ണനല്ല. ഒരു സത്യം എഴുതി കൊടുത്തു. കൃതാർത്ഥതയോടുകൂടി അങ്ങോട്ട് പോയി. ആ ഭഗവാൻ വിടുവോ പിന്നെ? ഏത്? ദുര്യോധനന് കൊടുക്കാൻ. ഭാരതയുദ്ധം കഴിഞ്ഞ ആദ്യത്തെ കാഴ്ച പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ശീലയിട്ടിട്ട് കണ്ട് സുഭദ്രയെ വിടില്ല ഭഗവാൻ. അതിനു വേണ്ടുന്ന സകല കോപ്പുകളും ആയിട്ട് എണക്കെയാണ് കാത്തിരിക്കുകയാണ്.
അങ്ങനെ കേട്ടപ്പോഴാണ് ഇതിനിപ്പോൾ എന്താ കോപ്പുകൾ ഉണക്കിയെന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ സംശയം വരുന്ന ദിക്കിലൊക്കെ തീർച്ചപ്പെടുത്താനായിട്ട് ആരാണെന്ന് ചോദിച്ചാൽ ദൈവജ്ഞനാണ്. ദൈവജ്ഞൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണ ജ്യോതിശാസ്ത്ര വിദഗ്ധനാണ്. ആ എന്താ ഇത് കാര്യങ്ങളൊന്നും നമുക്കങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ലല്ലോ, കൃഷ്ണ എന്താ അത് ഏട്ടാ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, മുന്നോട്ട് പോയാൽ കൊള്ളാം എനിക്കും മോഹമുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്താൻ ഒരു ജ്യോത്സ്യനാണ്. അത് അങ്ങനെയാണല്ലോ അതിൻ്റെ നിയമം. അതുകൊണ്ട് ഇവിടെ വിശിഷ്ടനായിട്ടൊരു ഒരു ജ്യോത്സ്യനുണ്ടല്ലോ, അദ്ദേഹത്തെ ഒന്ന് വരുത്താം. വേഗത്തിൽ ആ സഭയിൽ ആ ജ്യോത്സ്യരങ്ങനെ വരുത്തിയല്ലോ. ജ്യോത്സ്യരങ്ങനെ വന്ന് ആ ഷാഹ അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കണ്ടേ, കൃപായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാനും കണ്ണനല്ലേ കണ്ണടിച്ചു. പാകത്തിനൊക്കെ പറഞ്ഞോളൂ കേട്ടോ. പാകാക്കി കൃഷ്ണായണ ചിന്തയൊക്കെ കഴിഞ്ഞ് ഒക്കെയാണ് പറയാൻ അവിടെ ഒന്നിങ്ങനെ കുറിച്ചു, ഇവിടുന്ന് ഇപ്പുറത്തൊന്ന് കുറിച്ചു. ആ അംശങ്ങളും അത് ഇതൊക്കെ കുറിക്കണം. അപ്പോൾ നാട്ടിയെ ഒക്കെ ഇരുന്നു. ആദ്യം എന്താ പറഞ്ഞത്, എന്തൊരു വിശിഷ്ടമായൊരു ജാതകമാണ് കൊച്ചമ്പരാട്ടിയുടെ ജാതകം. വീരാഗ്രേസറുണ്ട് ലഭയായിട്ടിരിക്കാനുള്ള യോഗ്യതയുള്ള ഒരു ജാതകമാണ്. ബലഭദ്രസ്വാമിക്ക് സന്തോഷമായി. അദ്ദേഹം വീരാഗ്രേസരനായിട്ട് ആരാ നിശ്ചയിച്ചിരിക്കുന്നത്, ദുര്യോധനൻ. ഓഹോ, നമ്മുടെ ജ്യോത്സ്യന് എടുക്കണം, ജ്യോത്സ്യരെ വെടിപ്പായിട്ടൊക്കെ നോക്കി പറയണം കേട്ടോ, പറഞ്ഞോളാം. പിന്നെ അങ്ങനെ ചിന്തിച്ച് നോക്കി ഒക്കെ കൂടെ നോക്കിയിട്ട് ഇത്ര വിശിഷ്ടമായ ഒരു ജാതകം കണ്ടിട്ടില്ല അടിയൻ. എന്നാൽ എന്താ ഇത് നടക്കാത്തത്? രണ്ടു കൂട്ടം കാരണമാണ് അതിൽ കാണുന്നത്. കൃഷ്ണായ നമോ നമഃ, ഒന്ന് സ്ഥിരരാശി, ഒന്ന് ജലരാശി. അങ്ങനെ എന്തോ ഒരു വിശിഷ്ടമായിട്ട് കൃഷ്ണായ നമഃ അല്ല പർവ്വതത്തിലോട്ടോ വല്ല മഹോത്സവാദികള് പണ്ട് കാരണവന്മാരും വല്ലതുമൊക്കെ കഴിച്ചിട്ടുള്ളത് കൃഷ്ണായ നമോ നമഃ മുടങ്ങി വെച്ചോ കിടക്കുന്നുണ്ടോ? അങ്ങനെ വരില്ലല്ലോ. നാലാം ഭാവം ലഗ്നത്തിൽ നിന്ന് നാലാം ഭാവത്തിൽ നിന്ന് കൃഷ്ണായ നമോ നമഃ, കൃഷ്ണ 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 നോക്കിയിരിക്കണു. സ്ഥലരാശി എന്താ പ്രശ്നം? വെറുതെ ആവില്ല, തീർച്ചയാണ് അതുണ്ട്. വൃദ്ധന്മാരോടൊന്ന് ആലോചിക്കണം. നോക്കിയപ്പോ ഒരു വലിയ മുത്തശ്ശൻ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചോദിച്ചു, ഇങ്ങനെ വല്ലതും ഇങ്ങനെ പണ്ട് കേട്ടതോ കണ്ടതോ ആയിട്ട് ഓർമ്മയുണ്ടോ? ആ കുട്ടിക്കാലത്ത് കയ്യും വല പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ ഈ പർവ്വതത്തിൽ ഒരു ഉത്സവത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. ഉത്സവം ഉണ്ട്, മടങ്ങി കിടക്കുന്ന അനവധി കാലം എന്നത് നമ്മളെ രാശിയും തെളിയിക്കുന്നുണ്ട്. എന്താ വെച്ചാ അക്ഷം 8 കഴിഞ്ഞിരിക്കുന്നു. 8 അക്ഷം കഴിഞ്ഞാൽ പിന്നെ 4 ദീർഘകാലമായി മടങ്ങി കിടക്കണമെന്ന് തീർച്ചയാ. അപ്പൊ തീർച്ചയായി അത് നടത്താനങ്ങോട്ട് ഒന്നാമതായിട്ട് തീർച്ചയാക്കണം. എന്നാൽ ഉടനെ ആ കാര്യമായിട്ട് നടക്കും. അത് നടന്നാൽ ഇത് നടന്നു. അങ്ങനെയാണ് അത് നടത്തിക്കോളാം. ബലഭദ്രസ്വാമി ആയിരിക്കണം ആ മഹോത്സവം, പർവ്വതത്തിൽ മഹോത്സവം സുഖമായിട്ടങ്ങനെ നടത്തിക്കോളാം. ഉടനെ തന്നെ ആ സഹോദരിയുടെ കല്യാണം കഴിയാൻ ഇടവരുത്തണം പ്രാർത്ഥിച്ചു. പാരി വയ്ക്കാം. വ്യാഴോദയം കൃഷ്ണായ നമഃ. പിന്നെ എന്താ കഥ? വ്യാഴം ആ ദേവഗുരു അങ്ങോട്ട് വരുന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല. അങ്ങനെ അതിൻ്റെ നിശ്ചയം മരണം മറിച്ചില്ല. രണ്ടാമത് വാരി വെക്കണ്ട. ഇല്ലേ ഒന്നുകൂടെ ഒന്ന് അറിയിച്ചോട്ടെ. കൃഷ്ണായ നമഃ അത് വളരെ കാലമായിട്ട് മടങ്ങിയതല്ല. ഇത്ര തന്നെ പ്രാധാന്യം ഇല്ലെങ്കിലും ഈ കല്യാണ കാര്യങ്ങളൊക്കെ കുറച്ചധികം അതൊരു ജലരാശി ആയിട്ടാണ് കാണുന്നത്. കൃഷ്ണായ നമോ നമഃ. എന്നാൽ ജലാണോ? ജലമല്ല. എന്നാൽ സ്ഥലമാണോ? അല്ല. എന്ന് വിചാരിച്ചാൽ എന്താ നോക്കിയാൽ പറയേണ്ടത് വെച്ചാൽ ഒരു ദ്വീപിൽ വെച്ച് നടക്കുന്ന ഒരു മഹോത്സവം എന്ന് വേണം പറയാൻ. അങ്ങനെ വല്ല അപാത ഓർമ്മതയുള്ളവരുണ്ട്. അല്ലാതെ വളരെ അല്ല അത്രയൊന്നും കാലമായില്ലാന്ന് രാശി പറയുന്നുണ്ട്. അതും കൂടെ അങ്ങോട്ട് നടത്തിയാൽ അസല്. ഓഹോ, ബലഭദ്രസ്വാമി അങ്ങോട്ട് നോക്കിയല്ലോ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ആ പർവ്വത മഹോത്സവം കഴിഞ്ഞാൽ ഉടൻ തന്നെ കൊടിയിട്ടോളാം ദ്വീപ മഹോത്സവത്തിന്. ഹരേ ഗുരുവായൂരപ്പ പ്രാർത്ഥിച്ചു, വയൽ വെച്ചു. ആ ഉത്സവം കഴിയണതിന് മുമ്പായിട്ട്, അന്തർദ്വീപിലെ മഹോത്സവം കഴിയണതിന് മുമ്പായിട്ട് കൊച്ചമ്പരാട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടിയൻ എനിക്ക് അവിടിസഞ്ചി എടുക്കില്ല. അത്ര അച്ചട്ടാണ് ധൈര്യമായിട്ടാണ് പറഞ്ഞല്ലോ. ഒരു സന്തോഷമായി. എന്തിനു പറയുന്നു? ദീർഘദമ്പതിയായിട്ടിരിക്കേണ്ട ആ യോഗ്യതയുണ്ട്. വീരാഗ്രേസരനായ പുത്രനെ പ്രസവിക്കേണ്ട യോഗ്യതയുണ്ട്. കൂടി കൊടുക്കില്ലേ? തകർത്തു. അതിനപ്പുറത്തൊന്നും മിണ്ടിയില്ലേ? അഭിമന്യുന്റെ അല്ല, വീരാഗ്രേസരനായ ഒരു പുത്രനെ പ്രസവിക്കേണ്ട യോഗമുണ്ട്. എന്താ ഘോഷം! തകർത്തു. കിട്ടിയത് മേടിച്ചു ഭഗവാന്റെ ഭണ്ഡാരത്തിലും
2 ചക്രം എടുത്ത് തൊഴുതു. കൃതാർത്ഥതയായില്ലാവോ? നിറച്ചും വാങ്ങിയിട്ട് 2 ചക്രം എടുത്ത് ഭഗവാന്റെ ഭണ്ഡാരത്തിലിട്ടു. അവിടത്തേക്ക് അത് മതിയല്ലോ. നേരെ ഓം ചെയ്തു. ബലഭദ്രസ്വാമി ഏർപ്പാടുകൾ ചെയ്തു. അതിഗംഭീരായിട്ട് പർവ്വത മഹോത്സവം കൊണ്ടാടുന്നു. ആ കൂട്ടത്തിൽ കൃഷ്ണായ നമ അർജുനൻ കേട്ടുവല്ലോ ഗതപ്രഭാസം. പ്രഭാസത്തിൽ നിന്ന് കേട്ടു മാതുലേയെ പറ്റി. കൃഷ്ണായ നമോ നമ. ഹരേ അമ്മാവന്റെ മഹളേ അസല വസുദേവന്റെ പുത്രിയാണല്ലോ. കൃഷ്ണ മുറപ്പെണ്ണുമാണ്, അവകാശമുള്ളതുമാണ്, ത്രൈലോക്യ സുന്ദരിയുമാണ്. ഇത് കിട്ടാൻ എന്താ ഇനി മാർഗം എന്ന് നോക്കി കണ്ണടച്ചങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ആചാര്യൻ വന്നു ഉപദേശം കൊടുക്കാനേ. ആരാ ആചാര്യൻ? മദനാചാര്യൻ. മദനാചാര്യൻ എന്ന് പറഞ്ഞാൽ കാമാചാര്യൻ. അങ്ങനെ ഒരു ആചാര്യൻ ശിഷ്യഗണങ്ങളോടുകൂടെ അവിടെ ഇങ്ങനെ ഹാജരായല്ലോ. സന്യാസോപദേശം അങ്ങനെ കൊടുത്തു. മദനാചാര്യോപദേശാൽ ആ പട്ടേല് പ്രബന്ധത്തിൽ പറഞ്ഞത് ഒക്കെ ആയിട്ടാണ് ത്രിദണ്ഡി അതുണ്ടെങ്കിലും ഹരേ ഗുരുവായൂരപ്പ ആയിട്ടാണ് ആ അമ്പർദ്വീപിലേക്കാണ് വരുന്നു. ഉത്സവങ്ങളാണ് തുടങ്ങി. അങ്ങനെ ഘോഷായിട്ട് ആളുകൾ അങ്ങനെ വരുന്നു പോണു. ശിവ 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 മഹാദേവ ഹരേ. ആൽത്തറയിൽ അങ്ങനെ ചെന്ന് കാത്തിരിക്കുകയാണ്. ആരെ കാത്തിരിക്കുന്നതായ സന്യാസിയെ. സന്യാസിമാർക്ക് എവിടെ ആദ്യത്തെ സ്ഥാനം? ആൽത്തറ. ആരെങ്കിലും വിളിച്ചെങ്കിലല്ലാണ്ട് പോകാൻ നിവൃത്തിയില്ലല്ലോ. അവിടെ ഇങ്ങനെ ഇരിക്കണം. രാത്രിയിൽ കൃഷ്ണ മഴയങ്ങോട്ട് തുടങ്ങിയല്ലോ. മഴയങ്ങോട്ട് തുടങ്ങി. അരയാത്രയിൽ നിന്ന് എന്താ രക്ഷ? 2 കൂട്ടത്തിൽ വർഷം വന്നു എന്നാ പറഞ്ഞത്. എന്താത്? കൃഷ്ണ മദന് കൃഷ്ണായ നമഃ ശരധാരയാ ജലധാരയാത നിസ്സഹമാന. മദനന്റെ കോളിൽ ശരവരുഷം, പിന്നെയോ മേഘത്തിന്റെ കോളിൽ ജലധാരയും. ഇത് ആ കിടകിടകിനെങ്ങനെ ഉറച്ചിരിക്കണം. പക്ഷേ ഈ യാത്രയില് അപ്പോഴാണ് ഭഗവാൻ ഇത് മനസ്സിലാക്കിയിട്ട് സത്യഭാമയോട് കൂടിയിരിക്കുന്നതായ ആ മണിയറയിൽ നിന്ന് ചിരിച്ചുപോയി. ഏത് ഈ അർജുനന്റെ കളികൾ കണ്ടപ്പോഴേ അപ്പൊ സത്യഭാമ ചോദിച്ചു, ഭർത്താവേ എന്താ ഇവിടുന്നൊരു അകാരണമായിട്ട് ഇങ്ങനെ ചിരിക്കണേ? എന്നോട് അതിന്റെ വാസ്തവം പറയണേ. എന്നോട് പറയുന്നതിന് വിരോധമില്ല, പക്ഷേ നിങ്ങൾക്ക് ഇത്തിരി കഴിയുമ്പോൾ നുണ തീർക്കുമോ? അല്ല, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് നിങ്ങൾ. അല്ല, കാണാനേ ഒരാൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് മറ്റൊരാളോട് പറഞ്ഞ് ഉറക്കം വരുള്ളൂ. അങ്ങനെ ഒരു ജാതിയാണ് നിങ്ങളുടെ സ്വഭാവം. അത് അയ്യോ പറയില്ലേ, സത്യമായിട്ടും പറയില്ല. എന്നാൽ പിന്നെ നമ്മുടെ സുഭദ്രയില്ലേ, സുഭദ്രയെ കല്യാണം കഴിക്കാൻ നമ്മുടെ രസികനുണ്ട്. അരയാത്രയിൽ ഇരിക്കണം. മഴയും നിറഞ്ഞുകൊണ്ട് ഒരു രക്ഷയില്ല, ഒരാളും ആശ്വസിപ്പിക്കാനില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. വേഗം ഭാമ വലിക്കുന്നേ ടോർച്ച് എടുത്തു കൊടുത്തു. ഒന്ന് എഴുന്നള്ളണേ അദ്ദേഹത്തിനോട് പറയണേ, തന്നോളം അവിടെ ഏറ്റവും പറയണം. ഭാമക്ക് തിരക്കായി. കൃഷ്ണഭഗവാൻ ചെന്നു. അരയാത്രയിലിരിക്കുന്ന സന്യാസിയെ കണ്ടു. 2 പേരും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി. ആരും ഒന്നും മിണ്ടില്ല. 2ആളും പിരിയും ചെയ്തു. കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്നർത്ഥം. ഹരേ കൃഷ്ണായ നമ. പിറ്റേ ദിവസം പ്രഭാതത്തിൽ സന്യാസിനെ അങ്ങനെ കാണുന്നു ബലഭദ്രസ്വാമി. ബലഭദ്രനെ കണ്ടതോടുകൂടിയിട്ട് സന്യാസിയുടെ അടുക്കൽ ചെന്നങ്ങനെ നമസ്കരിക്കണു. എന്തൊരു ബഹുമാനമാണ്! നമസ്കാരം കഴിഞ്ഞതോടുകൂടിയിട്ട് നേരെ വന്നുവല്ലോ കൃഷ്ണന്റെ അടുക്കലേക്ക്. കൃഷ്ണ, നല്ലത് ചെയ്താൽ നല്ലത് വരിക എന്നുള്ളത് തീർച്ചയാണ്. നോക്കൂ, എന്തൊരു കഥയാണെന്നാ. അതിവിശിഷ്ടനായിട്ടുള്ളൊരു സന്യാസി വന്നങ്ങനെ ഇരിക്കണു ഉത്സവത്തിന്റെ ആ സമീപത്തിലെ. കൃഷ്ണൻ വരൂ, അദ്ദേഹത്തിനൊന്ന് നമസ്കരിക്കണം. ഇങ്ങനെയുള്ളതായ സന്യാസിവരന്യന്മാരെ വന്ദിച്ചാൽ നമുക്ക് സാധിക്കാത്ത കാര്യവും സാധിക്കും. അത് തീർച്ചയല്ലേ. നമ്മുടെ അച്ഛമ്പങ്ങളിലെ കുന്തിദേവിക്ക് ഈ യോഗ്യതയൊക്കെ കിട്ടിയതൊക്കെ എന്തുകൊണ്ടാ? ദുർവാസ മഹർഷിയെ സേവിച്ച് പരിചരിച്ച് അദ്ദേഹമാണ് കൊടുത്തിരിക്കുന്നത്. ദേവഹൂതി എന്ന മന്ത്രങ്ങളെ ഇല്ലേ, 5 മന്ത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ കയ്യിലാണ് ഈ എല്ലാ അനുഗ്രഹത്തിനും നിഗ്രഹത്തിനും ശക്തന്മാർ അവരാണ്. അതുകൊണ്ട് കൃഷ്ണ വരൂ ചേട്ടാ. എനിക്ക് ഈ കാവിക്കാരി എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ അതിന് ബുദ്ധിമുട്ടിക്കരുത്. കൃഷ്ണ, ഒരു കാര്യമുണ്ട്, നിശ്ചയമായിട്ടും വരണം. എന്താ കാവിക്കാരി എന്ന് പറഞ്ഞാൽ? നീ അറിയോ അതിൻ്റെ മഹിമ? അതിൻ്റെ മഹിമ അറിയോ നീ? പുറപ്പെട്. വേണം. അല്ല, അതൊക്കെ ഒരു ജാതിയാണ്. മഹാത്മാക്കളെ വന്ദിക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിലും നിന്ദിക്കരുത്. അങ്ങനെ ഒരു നിയമമുണ്ട്. ചെല്ലു, നമുക്ക് ചെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടാ നീ നമസ്കരിക്കും. എനിക്കറിയാം നിന്നെ. നീ പറയുന്ന പോലെ നല്ല നിന്റെ ഹൃദയം നല്ല ഈശ്വര വിശ്വാസിയാ ഇല്ലേ? അതൊക്കെ എനിക്കറിഞ്ഞൂടെ. കൃഷ്ണ, പുറപ്പെട ചേട്ടാ, പുറപ്പെടോടോ. ഒന്നും അങ്ങനെ കൂട്ടുകാരോടുകൂടെ ബലഭദ്രസ്വാമിയും ശ്രീകൃഷ്ണനും അവിടെ ചെന്നു. സന്യാസി ദൂരത്തിന് ദാദാ വിശിഷ്ടൻ അവിടെ ഇരിക്കുന്നത്. ഇവിടെ ദാദാ കണ്ടോ? ഓഹോ, ഇരിക്കുന്ന ആളാണോ ഏട്ടൻ നീ പറഞ്ഞത്? ശുദ്ധാളനാവ്. അയ്യടാ,
അവന്റെ ഇരിപ്പ് കാണുന്നില്ലേ? നാരായണ നാരായണ, അവന്റെ ആ കണ്ണടപ്പൊക്കെ കാണുന്നില്ലേ? ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് അവിടെയൊക്കെ തേച്ച് പിടിപ്പിച്ചിരിക്കുക ഈ വെണ്ണീര്. ശിവ ശിവ കൃഷ്ണ, അധിക്ഷേപിക്കരുത്, യോഗ്യനാണ്. ഹാ, ഇതിനല്ലാണ്ട് തുറന്നൊരാൾ നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നല്ലോണം നോക്കിയിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്. വിശിഷ്ടൻ ഏട്ടാ, കണ്ടാൽ അറിയാം ആള് ചിത്തശുദ്ധി വന്ന് സന്യസിച്ചതാണെന്നാണോ വിചാരിക്കുന്നത്? എന്തോ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് ഈ കള്ളവേഷവും കെട്ടിയിരിക്കുന്ന ആളാണ്. ഷാ പറയരുത്, നമസ്കരിക്കൂ നമസ്കരിക്കൂ. ഓ, അപ്പോൾ സന്യാസിമാരെ ചെന്ന് നമസ്കരിക്കണമല്ലോ. ആരെ? ബലഭദ്രസ്വാമി നമസ്കരിച്ചു, ആശീർവദിച്ചു. കൃഷ്ണ നമസ്കരിക്കൂ. കൃഷ്ണൻ ചെന്ന് അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹിക്കുമ്പോൾ നാമമൊക്കെ ചൊല്ലിയിട്ട് എന്തെങ്കിലും ഒരു ദിവ്യനാമം ചൊല്ലിയും കൊണ്ട് വേണം അനുഗ്രഹിക്കുക. അല്ലെങ്കിൽ പ്രണവം, ഇങ്ങനെ ഒരു നിയമമുണ്ട്. സന്യാസിമാരുടെ യോഗ്യതക്കനുസരിച്ചും വരുന്ന ആളുടെ യോഗ്യതക്കനുസരിച്ചും ഒക്കെ ആണല്ലോ ഈ അനുഗ്രഹം കൊടുക്കേണ്ടത്. സന്യാസിയുടെ മുമ്പിൽ ശ്രീകൃഷ്ണൻ ചെന്ന് അങ്ങനെ നമസ്കരിക്കുമ്പോൾ അദ്ദേഹനെ ജപിച്ച് അനുഗ്രഹിക്കുക. കൃഷ്ണായ നമഃ. എന്താ അനുഗ്രഹം എന്ന് വെച്ചാൽ? കൃഷ്ണ വാസുഭദ്ര 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 സുഭദ്ര വാസുഭദ്ര വാസുഭദ്ര. ഇതങ്ങട്ട് കേട്ടില്ലേ ഭഗവാൻ? ഒരു കൃഷ്ണ പാൽപുഞ്ചിരി. രണ്ടുപേർക്കും കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞു. എന്താ, എങ്ങനെയാ മനസ്സിലായത്? അതാണ് കള്ളനെ കളവുള്ളതറിയാവൂ, ഉള്ളുകൊണ്ടു രസിച്ചാരിരുവരും. ഒന്നാന്തരം കള്ളനാണ് ആര്? എൻ്റെ പൊന്നജവാൻ. വേദം പറയുന്നു തസ്കരാണാം പദേ നമഃ. തസ്കരന്മാരാണ്, ബാക്കി എല്ലാവരും തസ്കരന്മാരാ. അവരൊക്കെ അർഹനാണ് തസ്കരാണാം പതി. ചിരിച്ചു. അർജുനും മനസ്സിലായി, ഭഗവാനും മനസ്സിലായി. ഒരക്ഷരം മിണ്ടിയില്ല, ഇങ്ങോട്ട് പോവുകയും ചെയ്തു. ഉത്സവമൊക്കെ അങ്ങനെ കഴിയട്ടെ. ഉത്സവം ഇത് കഴിഞ്ഞിരിക്കൽ മറ്റേ ദിക്കിലൊക്കെ ഉത്സവം ഉണ്ടല്ലോ. ഇനി എന്താ കൃഷ്ണ ആലോചിക്കുന്നത്? ഒന്നും ആലോചിക്കുന്നില്ല. ഉത്സവത്തിൻ്റെ കാര്യം ആലോചിക്കുന്നു. അതല്ല ഞാൻ ചോദിച്ചത്, സന്യാസിയെ പറ്റി എന്താ ആലോചിക്കുന്നത് ചോദിച്ചു. സന്യാസി എവിടെയാ വന്നു വെച്ചാൽ അവിടെ പോയിക്കോട്ടെ. എനിക്ക് എന്താ അപ്പം അതിനെ ആലോചിക്കേണ്ട വിഷയമുള്ളത്? അങ്ങനെയല്ല, നമുക്ക് കന്യാപുരത്തിൽ കൊണ്ടുവന്ന് സൽക്കരിക്കണം, കൃഷ്ണ പൊടി പൊടിക്കണം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങണം, അവിടെ കൊണ്ടിരുത്തണം. അവിടെ കൊണ്ടിരുത്താൻ വിഷമൊന്നുമില്ല. ഉത്സവത്തിന് പോകുമ്പോൾ ആൾക്ക് ഇത്തിരി വെള്ളമോ വല്ലതും ഭിക്ഷയൊക്കെ കൊടുക്കുക. സംശയിക്കാണ്ടോ? നമ്മുടെ സുഭദ്ര കൊടുക്കണം. എന്നാൽ അസ്വലായി ഒന്നാന്തരായി കേൾക്കേണ്ട വിദ്യ എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. അതൊന്നും കൂടാണ്ട് കഴിയില്ല. അതിലാണ് ശ്രേയസ് ഇരിക്കുന്നത്. കേട്ടാ, വേണ്ടാത്തതൊന്നും വെറുതെ ഉണ്ടാക്കണ്ട. അതൊക്കെ ഏട്ടൻ ഇങ്ങനെ ഉരുട്ടൊക്കെ എന്ന് തോന്നും. പിന്നെയൊക്കെ കൃഷ്ണ നീ എന്നെ അവിടുത്തെ സ്മരിപ്പിക്കാത്രേ ഉള്ളൂ. സ്മാരയേത്വാത്മശിക്ഷയെ ഒന്ന് അവിടുത്തെ ഒന്ന് അനുസ്മരിപ്പിക്കാണ്ട് ഗുണദോഷിക്കാൻ അധികാരമില്ല, ചെയ്യൂല്ല, ചെയ്തിട്ടുമില്ല. എന്നാ കൃഷ്ണ അങ്ങനെ വേണം. സ്വാമിയാരെയൊക്കെ കൂട്ടി ശംഖമൊക്കെ വിളിച്ച് കൃഷ്ണ കൊണ്ടുവന്ന് ഇവിടെ അങ്ങനെ വട്ടമൊക്കെ വിരിച്ച് പ്രകടാനിയൊക്കെ വേണം വിരിച്ച് അവിടെ കൊണ്ടതിനെ ഏർപ്പെടുത്തി. കൃഷ്ണായന സുഭദ്ര വേണം. ഭക്ഷണങ്ങൾ ഭിക്ഷ കൊടുക്കാൻ ആലോചിക്കുക എങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ സുഭദ്ര തന്നെ വേണം നിർബന്ധമായി. ഹരേ ഗുരുവായൂരപ്പ. അന്തർദ്വീപ മഹോത്സവം അങ്ങനെ പൊടി പൊടിച്ചിടങ്ങി. ബലഭദ്രസ്വാമിയുടെ മേൽനോട്ടത്തിൽ ഉത്സവം. ഹരേ ഗുരുവായൂരപ്പ പ്രസീത. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ആഹാ, രണ്ടുപേർക്കും പരസ്പരം പരിഭ്രമായി തുടങ്ങി. സന്യാസിക്ക് തീർച്ച, സുഭദ്രക്ക് സംശയം. കൃഷ്ണായനമ. സന്യാസിക്ക് തീർച്ച ഏത്? ഇത് തന്നെയാ. സുഭദ്രക്ക് സംശയം. ഞാൻ ഉദ്ദേശിക്കണ ആ അർജുനൻ തന്നെയാണോ അല്ലയോ സൂക്ഷിച്ചു നോക്കാനും നിവർത്തിയിൽ ഒരാളുടെ മുമ്പിൽ ചെന്നത് കൃഷ്ണ കൃഷ്ണ നല്ല ഒരു യുവതി ഇങ്ങനെ നോക്കി തുടങ്ങി. എന്നാ ഒളിഞ്ഞു നിന്നിങ്ങനെ നോക്കുമ്പോൾ 2 കൈയിലും ഞാൻ തഴമ്പുഴാനുണ്ട്. രണ്ട് കൈയിലും ഞാൻ തഴമ്പേ. അർജുനന് മാത്രമേ ഉള്ളൂ സവ്യസാചി എന്ന് അദ്ദേഹത്തിനല്ലാണ്ട് പേരുണ്ടോ? ഇടത്ത് കൈ കൊണ്ടും വലത്ത് കൈ കൊണ്ടും ഒരുപോലെ അങ്ങനെ അസ്ത്രം കൊടുക്കുന്ന ധീരന അർജുനൻ. ഹാ, നോക്കി ലക്ഷണങ്ങളൊക്കെ കണ്ടു. പോവാൻ മനസ്സില്ല, നിൽക്കാൻ മനസ്സില്ല, അറിയാതിരിക്കാൻ ക്ഷമയില്ല. അങ്ങനെ ചോദിച്ചുവല്ലോ സന്യാസിവരെ നമസ്കാരം. വിവരം അറിഞ്ഞാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്. ആവോ വിഷമില്ലെങ്കിലൊന്ന് ഒരു വിഷമില്ല. വലിയ ഇഷ്ടമുണ്ടെന്ന് അർത്ഥം. ഒരു വിഷമില്ല, ഇഷ്ടം പോലെ അത് വലിയ ഇഷ്ടമാണ്. പറഞ്ഞു ഇന്നലപ്രസ്ഥം തോമസീകതവാൻ. അവിടുന്ന് തീർത്ഥയാത്രയായിട്ട് വലതിക്കലും എഴുന്നള്ളി സഞ്ചരിക്കുന്ന ഒരു മഹാനുഭാവനാണല്ലോ. അവിടുന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്കോറ്റോ പോകുണ്ടായോ അടുത്തോറ്റോ? എന്താ അങ്ങനെ ഇന്ദ്രപ്രസ്ഥം? അവിടെ ഞങ്ങൾക്ക് വലിയ ബന്ധുക്കൾ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. അച്ചമ്പങ്ങളൊക്കെ അവിടെയാണ്. അച്ചമ്പങ്ങൾ 4-5 മക്കളും ഒക്കെ ഉണ്ട്. എന്നാൽ കൃഷ്ണായ നമോ നമഃ. തത്ര സംബന്ധിനീ കുന്തിദേവി കിമു കുശലിനി. അച്ചമ്പങ്ങളായ കുന്തിദേവി കുശലിനി തന്നെയല്ലേ? ക്ഷേമമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. വല്ല വിവരം അറിയെങ്കിൽ അതറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ വിശേഷങ്ങളൊരു വാർത്ത കേട്ടു. എന്താണെന്ന് വെച്ചാൽ ആ കുന്തിദേവിയുടെ 3ാമത്തെ മകനില്ലേ, അദ്ദേഹം
തീർത്ഥയാത്രക്ക് പോയി എന്നാണ് ഇവിടെയൊക്കെ ഒരു കേട്ട വർത്തമാനം. കൃഷ്ണായ നമഃ. ആ കൃഷ്ണായ നമഃ. അദ്ദേഹം തീർത്ഥയാത്ര ചെയ്ത് അവിടെ ഇവിടെ ഇങ്ങനെ ചെന്ന് പട്ടിണിയും കിടന്ന് വളരെ ക്ലേശിക്കുന്നു എന്നൊരു വർത്തമാനം കേട്ടു. ആ വർത്തമാനത്തെ പറ്റി വല്ലതും അറിയോ? അർജുനന്റെ കുശലവർത്തമാനങ്ങൾ വല്ലതും അറിയോ? അസംഭങ്ങളെ കണ്ടുവോ? നിങ്ങൾക്ക് അത് അറിഞ്ഞാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്. ഓഹോ, ഞാൻ അറിയും. ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിരുന്നു. പിന്നെ അവിടെ കുന്തിദേവിക്കും മക്കൾക്കൊക്കെ സുഖ. അർജുനൻ തീർത്ഥയാത്രക്ക് പോയി എന്നൊക്കെ കേട്ടു ഞാനേ. ഒക്കെ അറിയും. എന്നാ ഇപ്പോഴും അർജുൻ എവിടെയാണ് വെച്ചാൽ എനിക്ക് കപടസന്യാസി വേഷവും കെട്ടിയിട്ട് മുകുന്ദ സഹജാപരിരംഭകാംക്ഷിയായിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ സഹോദരിയോട് കൂടിയിട്ട് കൃഷ്ണായ നമഃ സുഖാനുഭവങ്ങൾ, കൃഷ്ണായ നമഃ ആ ഭൂലോക സുഖമുണ്ടല്ലോ, ആ സുഖങ്ങളാണ് അനുഭവിക്കാനായിട്ട് ആഗ്രഹിച്ച് ദ്വാരകാപുരിയിൽ ഇങ്ങനെ വശായിട്ടുണ്ട് കന്യാപുരത്തില് എന്നാണ് കേട്ടത്. എവിടുന്നാ കേട്ടതാവോ? ഇന്നലെ ഒരു റേഡിയോ വാർത്ത കേട്ടതാ. ഹരേ ഗുരുവായൂരപ്പാ പ്രസീദ. ഇതങ്ങോട്ട് കേട്ട മാത്രയിൽ സുഭദ്രക്ക് നിൽക്കാൻ വയ്യ, പോവാൻ വയ്യ. എന്തൊരു പറയട്ടെ, ആകപ്പാട് കൂടിയിട്ട് കൃഷ്ണ കൃഷ്ണ അവിടുന്ന് ഓടിയങ്ങോട്ട് ചെന്നു. കന്യാപുരത്ത് അർജുനന്റെ മുമ്പിൽ ചെന്ന് അകത്ത് കിടന്ന് വാതിലും പടയം അങ്ങോട്ട് അടച്ചു. മദന ശതധാര അവിടെയും തുടങ്ങിയല്ലോ. എന്തിനു പറയട്ടെ, കൃഷ്ണായ നമ. ഹാ വിളിച്ചാവിളി കേൾക്കണില്ല. കൃഷ്ണ ഉണ്ണണ്ട, ഉറങ്ങണ്ട, സദ്യക്കണ്ട, മുഖം കഴുകണ്ട, മേൽ കഴുകണ്ട, പട്ടു ധരിക്കേണ്ട, പൊട്ടു തൊഴേണ്ട, എണ്ണെഴുതേണ്ട. ഈ നിലയിൽ അങ്ങോട്ടായല്ലോ സുഭദ്രയുടെ നില. ദേവകീ ദേവി എന്ന് നോക്കിത്തുടങ്ങി. വലിയ ക്ഷീണം, വലിയ തളർച്ച. ഇന്നലെ അദ്ദേഹം ഒരു ഫലിതം പറഞ്ഞില്ലേ, ശ്രീകൃഷ്ണ പ്രിയ വിരഹത്തിൽ എത്ര വേഗം ആ ദേഹം എരിഞ്ഞു പോകും നിശ്ചയുണ്ടോ, അതനക്ക് സന്തോഷമായ എത്ര വേഗം എടുത്തടിക്കും നിശ്ചയുണ്ടോ. അങ്ങനെയാണ് അതിന്റെ ലക്ഷണേ. ആകപ്പാടെ ദേവകീ ദേവി ഒന്നും മനസ്സിലാവാതെ കണ്ട് ആ സുഭദ്രയെ ചെന്ന് നോക്കി. അവിടെയുള്ള ആ ദേവിയുടെ സങ്കടങ്ങളൊക്കെ കണ്ട് കൃഷ്ണായ നമഃ ഭഗവാനെ വിളിച്ചു. കൃഷ്ണ ഉണ്ണി മാധവാ നിന്റെ സഹജയാം പെണ്ണിനെത്രയും പാരം വരവശം. അയ്യോ, വളരെ കഷ്ടത്തിലായിരിക്കണമല്ലോ നിന്റെ സഹോദരി. ചോറൊരുവറ്റുമുന്നതില്ലവൾ ചേറണിഞ്ഞു മെലിഞ്ഞു ശരീരവത്തി അരികരെ തുടങ്ങിയല്ലോ. അമ്മയെ അമ്മ പരിഭവിക്കൊന്നും വേണ്ട. ഇവിടെ നല്ലൊരു വൈദ്യനുണ്ട്, ചികിത്സിക്കാനേ ഞാൻ ചികിത്സിച്ചോളാം. സുഖമായിട്ടുണ്ട്. അമ്മ സമാധാനമായിട്ട് ഇരുന്നോളൂ. അല്ല കൃഷ്ണ, അതൊക്കെ കൃഷ്ണ നീ ചെയ്യും, എനിക്കറിയാം. ആ സന്യാസിക്ക് ആരാണ് ചോറ് കൊടുക്കണ്ടേ, ഭിക്ഷ കൊടുക്കണ്ടേ, അതിനാരുണ്ട് കൃഷ്ണ? ഒരു രുക്മിണിയും സത്യഭാമനെ അറിയണമെന്ന് ഭഗവാനും ഉണ്ട്. പക്ഷേ ഹരേ വിഗ്രഹയപ്പ. അപ്പൊ സന്യാസിയുടെ വില എന്താ? അതെ ഇപ്പൊ പോയെങ്കിലും നാളാ പകർച്ചയും കൊണ്ടുവരുമല്ലോ. വാസുഭദ്ര 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 മന്ത്രം മുറുകെ പിടിക്കണ്ടേ. അപ്പൊ അന്നത്തെ ഭിക്ഷയ്ക്ക് വരുന്നതോ ഭിക്ഷയ്ക്ക് വരുന്നത് രുക്മിണിയെ എന്തു പറയട്ടെ. അവിടെ കിടന്നാണ് വിഷമിച്ചു തുടങ്ങി. ആ വർത്തമാന സുഖത്തിൽ അവിടെ ദുഃഖിക്കണു, സന്യാസി ഇവിടെ ദുഃഖിക്കണു. എല്ലാം ഭാഗപ്പെടുത്തി ഭഗവാൻ. കൃഷ്ണ ആ വസുദേവരോടും ദേവകിയോടും സുഖമായിട്ട് സുകാര്യമായിട്ട് അങ്ങനെ പറഞ്ഞു. കൃഷ്ണായ നമഃ. ഇന്ന് രാത്രിയത്തെ ശുഭമുഹൂർത്തത്തിലാണ് ഇതാ സുഭദ്രയുടെ കല്യാണം. അർജുനൻ വന്നിട്ടുണ്ട്, മിണ്ടരുത്, ഞാനൊക്കെ പാകപ്പെടുത്തി വരും, തയ്യാറെടുത്തോളണം. അങ്ങനെ തന്നെ കൃഷ്ണ എന്നവരും ഏറ്റവും. ജലഭദ്രസ്വാമി ഉത്സവങ്ങൾ നടത്തുന്നു. മേളവാകന തൃത്താലക്കേശവനും പൊട്ടിയാണ് നിന്ന് മേളാണ്. പഞ്ചവാദ്യവും മേളവും ഇട്ടങ്ങനെ അടിക്കുന്നു. ജലഭദ്ര ഒരച്ചയിടുവാൻ മുന്നോട്ട് വെക്കാതെ പിടിക്കില്ലേ. കേമാവുണ്ട്. ഉത്സവം കേമായെങ്കിലാണ്ട് കല്യാണം കേമാവോ? ഹാ എന്താ കഥ. ശിവ ശിവ ശിവ. ഇങ്ങനെയാണ് ഉത്സവം. അന്നത്തെ ദിവസമായി ഭഗവാൻ അവിടെ നിന്ന് ചെന്നു. ഞങ്ങളെ തൊഴുതു കേൾക്കണേ. എന്താ കൃഷ്ണ? അല്ല എന്താ വിടുന്നു ഇങ്ങനെയൊക്കെ? എത്ര ദിവസമായി ഈ ഉത്സവം എന്നും പറഞ്ഞുകൊണ്ട് ഈ ആനയുടെ കൃഷ്ണനായിരുന്നു ഈ വാദ്യക്കാരുടെയും ഈ ആട്ടക്കാരുടെയും പിന്നാലെ ഇങ്ങനെ വസായിട്ട് നീരാത്തുളി വേണ്ടേ, ആ മൃതത്വം വേണ്ടേ, പള്ളിക്കുറുപ്പ് വേണ്ടേ, ഉത്സവം എന്തൊരു കഥ കൃഷ്ണ. അതൊന്നും കൂടാണ്ട് കഴിയില്ല. നമ്മുടെ സഹോദരിക്കാണ് നന്മ വേണ്ടത്. നന്മ വരാൻ തന്നെയാണ് അടിയനും ഉണർത്തുന്നവർ. ഉടനടി ഇന്ന് ഉത്സവമൊക്കെ അടിയനങ്ങ് നടത്താം. കൃഷ്ണ എനിക്കറിയാം നിന്റെ ഉത്സവം നടത്തല് ഏത്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങേണ്ട താമസമേ ഉള്ളൂ ഗോപുരപ്പടി. അപ്പൊ ആനക്കാരോട് പറയുക ഒക്കെ കഴിഞ്ഞു, ഒക്കെ കളാശി കഴിഞ്ഞു ഇല്ലേ, ഇതല്ലേ നിന്റെ ഉത്സവം നടത്തല്. അതൊന്നും പറ്റില്ല.
അയ്യോ സഹോദരിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അത് വെടുപ്പായി നോക്കുമോ നീയേ അത്രയായിരിക്കണേ. നേരുന്നതിന് മുമ്പേ കയ്യേൽക്കാനായിരിക്കുന്നു രാമനും തളർന്നിട്ട് ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കാൻ വഴിയിലായിട്ടുണ്ട്. അത്രയും ക്ഷീണിച്ചിട്ടുണ്ട് നടത്താം. എന്നാൽ കൃഷ്ണ 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 ഭംഗിയായിട്ട് നീ നടത്തുമെങ്കിൽ ഞാൻ ഇന്ന് വിശ്രമിക്കാം. അസ്ഥലായിട്ട് നടത്താമെന്ന് കേട്ടില്ലേ? നാരായണ എന്തിനു പറയട്ടെ, ഭഗവാൻ ബലഭദ്രസ്വാമിയെ തിരിച്ചങ്ങനെ രാജധാനിയിലേക്കാണ് അയച്ചു. കൂട്ടുകാർ പലരുമുണ്ട്, അവരൊക്കെ സ്വകാര്യമായിട്ട് വിളിച്ചു. ഏട്ടൻ അമ്പലത്തിൽ ഉത്സവമാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും കഴിക്കാണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ആ സ്നേഹിതന്മാരുണ്ട്, നിങ്ങളൊക്കെ താൻ പോലെ അങ്ങോട്ട് കുടിച്ചോട്ടെ. എവിടെയാണ് എവിടെയൊക്കെ എത്രയൊക്കെ ഈ കുടിച്ചവർക്ക് ഈ കണക്കിൻ്റെ ഒന്നും ലക്കുണ്ടാവില്ല. അങ്ങനെയാണെന്നില്ലേ? പക്ഷെ കുറെ ആദ്യം കൊടുത്താൽ പിന്നെ കൊടുക്കുന്നതൊക്കെ കുടിച്ചോളും. എത്രയാണെന്ന് എഴുതാൻ വിരോധമൊന്നുമില്ല. അങ്ങനെയാ. എന്നാൽ എത്ര തന്നെ അതിൽ ചെലവ് വന്നാലും വേണ്ടില്ല, അതൊക്കെ പള്ളിച്ചെലുത്തണം. കുട്ടി കൊണ്ട് ഒഴിപോളെന്ന് പറഞ്ഞു. എവിടെയൊക്കെ വലിയക്ഷരവും വിളക്കും കാണുന്നുണ്ടോ ശിവ 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 അവിടെയൊക്കെ കയറ്റിയല്ലേ. ഹരേ ഗുരുവായൂരപ്പ. അങ്ങനെ തന്നെ ഏറ്റ് സാക്ഷാൽ ഭഗവാൻ കൂട്ടുകാരെ കൂട്ടിയിട്ട് ആ ബലഭദ്രസ്വാമിയെ അയച്ചില്ലേ. അതാണ് ആ ഭഗവാദരുടെ രസികത്വം. രസികത്വം എന്ന് പറയട്ടെ ഞാൻ. താവന്ന അത്യാന്തമിദ്രായുധ മുസലിമുഖാൻ വഞ്ചയൻ. മുസലിമുഖാൻ രാമനെയും മുസലിമുഖാൻ ബഹുവചനത്തിലാണ് പ്രയോഗിച്ചു. ഒരാളതിന്റെ രഹസ്യം അറിയാതെ വഞ്ചയൻ കുടിച്ചു കഴിഞ്ഞാലും പോലെ കുറെ അഭിഷേകോ കൃഷ്ണായ നമോ നമഃ. എന്നിട്ടോ വഞ്ചയൻ വല്ലഭാഭ്യാം ദ്വാഭ്യാം. രണ്ട് വല്ലഭമാര് രുക്മിണിയും സത്യഭാമയും ഇതിന്റെ രഹസ്യം അറിഞ്ഞവരാണ്. അവർ രണ്ട് വല്ലഭമാരെ മാത്രം വിളിച്ചു. മഹാഭാഭ്യാം ആ അമ്മയെയും അച്ഛനെയും കൂട്ടി. ത്രിചതുരയതുഭി ത്രിചതുരയതുഭി മൂന്നോ നാലോ സ്വജനങ്ങൾ എല്ലാത്തിനും പ്രധാനമല്ലേ. ഭാഗവോ വാസുദേവ ഇതിനോട് കൂടിയിട്ട് കൃഷ്ണായ വാസുദേവൻ, കൃഷ്ണായ വാസുദേവപുത്രൻ അല്ല വാസുന ദേവനം കരോതീതി വാസുദേവ. പ്രപഞ്ച സൃഷ്ടിയാകുന്ന ലീലേ ചെയ്തുകൊണ്ട് അങ്ങനെ സകലവും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ഭഗവാൻ അവിടെ അങ്ങനെ എത്തിയല്ലോ. അവിടെ അങ്ങനെ എത്തിയപ്പോഴോ ദേവേന്ദ്രനോട് എന്നോട് പറഞ്ഞു, അർജുന തന്റെ ബന്ധുക്കൾ വല്ലതും അല്ല, സ്ത്രീഭാഗത്ത് ബന്ധുക്കൾ ധാരാളം, പുരുഷഭാഗത്ത് ആരുമില്ല. അങ്ങനെ അയാൾ കല്യാണം ഭംഗിയാവില്ല, മരിച്ചോളൂ വല്ലവരെയും. അപ്പൊ അർജുനും ഉത്സാഹമായി. ഇന്ദ്രാന്യാസാകമിന്ദ്രോപി അമരം ദിവ്യഭാവി ശിവ ശിവ ദിവസം തന്നെ അർദ്ധരാത്രി സമയം ദിവസം തന്നെയാണ് നട്ടുച്ച പോലെ. അങ്ങനെ പ്രഭാ ഒരാദിത്യന് ഉദിച്ചിട്ടല്ലേ ഇപ്പൊ നമുക്ക് പ്രകാശം. ആദിത്യ തേജസ്വികൾ എത്രയായപ്പോ അവിടെ വന്നിരിക്കുന്നു. എന്തിനു പറയട്ടെ, മഹർഷിയുടെ ആത്മസ്ഥാനം, ബ്രഹ്മാവിന്റെ ആത്മസ്ഥാനം. പൊടി പൊടി കല്യാണം കഴിച്ച് അങ്ങ് കൊടുത്തു, ഏൽപ്പിച്ചങ്ങ് കൊടുത്തു. സുഖായി. രണ്ടുപേരും വന്ന് മാതാപിതാക്കന്മാരെയൊക്കെ അങ്ങനെ കൃഷ്ണായ നമോ നമഃ നമസ്കരിച്ചു. എന്നാൽ ഭഗവാൻ ഒരു പ്രത്യേകം ഉണ്ട്. എന്താ വെച്ചാൽ ഈ സഹോദരിയുടെ കല്യാണത്തിന് സഹോദരൻ വേണം. ഈ ലാജഹോമത്തിന് മലരുവാരി കയ്യിൽ കൊടുക്കുക. അങ്ങനെയാണോ ഒരു നില. ഞങ്ങളുടെ ഇടയിലൊക്കെ അത് തീർച്ച നിർബന്ധ. എന്തിനാണ് ഭഗവാൻ തന്നെ കൊടുത്തത് ദീർഘായുസ്. അത് അതിന് പ്രാർത്ഥിച്ച് ഹോമിക്കുന്നതാണല്ലോ. ഈ ലാജഹോമത്തിന് വേദത്തിലൊരു മന്ത്രമുണ്ട്. അത് ഇവിടെ ഉള്ളത് കൊണ്ടായിപ്പോ എനിക്ക് ഓർമ്മ വന്നത്, അല്ലെങ്കിൽ വരില്ല. അതാതിന്റെ പാത്രം പാകത്തിന് മുമ്പിൽ ഇതിലുള്ള ആളെ കണ്ട അത് കൊണ്ട് ഹോമിപ്പിക്കുകയാണ്. എന്നാര്യുപബ്രൂതേ അഗ്നൗലാജാനാവന്തി ദീർഘായുരസ്തു മേ പതിർത്തീവാതു ശരദശതോ. എന്നാര്യുപബ്രൂതേ അഗ്നൗലാജാനാവന്തി ദീർഘായുരസ്തു മേ പതിർത്തീവാതു ശരദശതജ്ഞസ്വാഹ. അത് ഭഗവാൻ തന്നെ, ആ മന്ത്രസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അനുഗ്രഹിച്ച് രാജഹോമമൊക്കെയാണ് നടത്തി പൊടി കുടിച്ച് അശ്മാരോഹം മുതലായിട്ടുള്ള കൃഷ്ണക്രിയകളൊക്കെയാണ് നടത്തി ആ ദമ്പതിമാരെ ആശീർവദിച്ച് അവിടെ അങ്ങനെ തയ്യാറാക്കി. ഇല്ലേ ഭഗവാൻ പറഞ്ഞു, വേട്ടാം സുഖം ഏത് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും നിൽക്കണ്ട, തരം നോക്കി കടന്നു പോയിക്കോളൂന്നു. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ സർവേശ്വര. എന്താ ഇവിടെ ഉറക്കി കിടത്തിയിട്ടുള്ളത്? ഉണർന്നുപോയ പിന്നെ കാട്ടാൻ കഴിയുമില്ല. കടന്നോട് കണ്ടെടുത്ത് കൊണ്ടെടുത്ത് നിൽക്കരുതേ, മണ്ടിക്കോ. സുഭദ്രയും കൊണ്ട് അപ്പൊ ചില യുദ്ധമൊക്കെ പാകപ്പെടുത്തിയിട്ടുണ്ട്. പേര് തെളിക്കാൻ സുഭദ്രയെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിന് വന്നാൽ ഒരു ആട്ടക്കാരുടെ യുദ്ധമൊക്കെ പൊടി പിടിക്കണം. ആട്ടക്കാരുടെ യുദ്ധം
അതിലാരെയും കൊല്ലതൊന്നുമില്ലല്ലോ ആട്ടക്കാരെ ഉണ്ടോ? എത്ര യുദ്ധം കണ്ടു, എത്ര കാലകേവധം നമ്മൾ കണ്ടു. ഇതുവരെ ഒരു കാലകേയം കണ്ടു ചത്തതേ ഉള്ളൂ. അപ്പൊ ആട്ടക്കാരുടെ യുദ്ധം പോലും യുദ്ധമൊക്കെ വേണം. പിന്നെ ഇന്ന് നമ്മുടെ പേരും കൊടുത്ത കഴിച്ചതേ ഭഗവാൻ അവിടുത്തെ കൽപ്പനയല്ലേ ലോകം മുഴുവനും. അതുപോലൊക്കെയാണ് നടത്തി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇതൊന്നും അറിയില്ല എന്നുള്ള നാട്യത്തിൽ അങ്ങനെ ഉത്സവമൊക്കെ വിചാരിച്ചും കൊണ്ട് എന്തെങ്കിലും ആപത്തുകൾ വന്നാൽ കൂട്ടമണിയരിക്കണം എന്നാണ് കൽപ്പന. നേരം പ്രകാശകരായില്ലേ അടിച്ചുടങ്ങി. എന്തോ അത്യാപത്ത് ഭഗവതി സ്വാമിയോടൊക്കെ വന്ന് നോക്കുമ്പോഴേക്കും എന്താ കഥ? കന്യകയും അനീതിയും ഇല്ല, ഇവിടെ സന്യാസിയും ഇല്ല. എന്താ പോയി എന്താ ഇത് കാണാൻ കേൾക്കാൻ കണ്ടാ പറയാൻ ആരാ കൊണ്ടുപോയത്, ആരാത്? അപ്പോ അന്വേഷണമൊക്കെ കൂടി യുദ്ധത്തിന്റെ ലക്ഷണങ്ങളും അസ്ത്രത്തിന്റെ മിക്കൽ ചില പേരൂക്കിണ്ടാവില്ലേ ഒക്കെ കൂടെ നോക്കിയപ്പോ അർജുനൻ മനസ്സിലായി. സന്യസിച്ചത് അർജുനാണെന്നും സുഭദ്രയും കൊണ്ടുപോയത് അർജുനാണെന്നും അങ്ങോട്ട് മനസ്സിലായില്ലേ? വന്നാൻ ബലഭദ്രസ്വാമിക്ക് ദേഷ്യേനിയും പാണ്ഡവന്മാരുടെ വംശനക്ഷത്തിലേനിയും ഇത്ര ധിക്കാരോ ആഹാ എന്നൊരു വകവെപ്പുണ്ടോ എന്ന് കോപിച്ചുവല്ലോ. ഭഗവാൻ അവിടെ എത്തി പറഞ്ഞു, ഏട്ടാ ശരി ശരി, വളരെ ശരി, വളരെ ശരി, ഞാനാണോ ആ വംശത്തിന്റെ കഥ കഴിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഈ വന്നിടത്തോടെ ഇനി അബദ്ധം വരരുത്. ധർമ്മപുത്ര ജ്യേഷ്ഠന് ജ്യേഷ്ഠൻ എന്ന് വെച്ചാൽ വലിയ ബഹുമാനമാണ്. അദ്ദേഹത്തെ ആ പാർട്ടി ഞാൻ ചെന്നിട്ട് കാച്ചു കളയും. അയ്യോ അദ്ദേഹം പാവമാ, സാധു പരമശാന്തൻ, അദ്ദേഹത്തിന് ഒന്നും ചെയ്യണ്ട. പിന്നെ ആരാ? വലിയേക്കണോ ശുദ്ധൻ ശുദ്ധൻ. അയ്യോ രണ്ടും പാവങ്ങളാണ്. പിന്നെ ആരാ വഹിക്കേണ്ടത്? പിന്നെ ആരാ? അവരുടെ സഹദേവന്മാരെ കാച്ചട്ടോ? അയ്യോ കുട്ടികൾ മുലപ്പാലിന്റെ രോഗം മാറാത്ത പിള്ളേരെ എന്താ ആവശ്യം? ആ കള്ളന്റെ കഥ കഴിച്ചല്ലാതെ ഞാൻ അറിയില്ല. ഏട്ടൻ ഞാൻ കഴിക്കാൻ തയ്യാറാണ്. കൃഷ്ണൻ അർജുനന്റെ കഥ അല്ലേ? അതെ. പക്ഷേ ഒരു കാര്യമുണ്ട്, അർജുനന്റെ കഥയും കഴിച്ച് ഞാനിവിടെ എത്തുന്നതിന് മുമ്പേ അവിടുത്തെ സഹോദരി മുട്ടയും അടിച്ചു വെള്ളത്തുടിയിട്ട് നാക്കുവിടെ വന്നിട്ട് അത് സമ്മതമാണ്. അയ്യോ എന്റെ സഹോദരിക്ക് വൈധവ്യോ? ചേട്ടാ ഇങ്ങനെ പറഞ്ഞാൽ എന്തു ചെയ്യും? ഭർത്താവിനെ വധിക്കണമെന്നും ഇതേ സഹോദരിക്ക് വൈധവ്യം പാടില്ല എന്നും എങ്ങനെ? ഓ കൃഷ്ണ, അത് ശരിയാ, രണ്ടും കൂടെ നടക്കില്ല. അത് രണ്ടും കൂടി നടക്കില്ല. നീ എന്താ വേണ്ടു? ചേട്ടൻ കുറച്ചൊന്ന് ശാന്തനാവണം. സുഖമായിട്ട് ഇപ്പൊ ഏതായാലും കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞു. നമുക്കൊരു സിംഗിൾ പൈ കല്യാണത്തിന് ചെലവ് വേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇതൊക്കെ കൂടി വകയിരുത്തി കൃഷ്ണ നേരെ പോവുക. ഇവിടെ ആലപ്പുഴക്കാണ്ട് പോവുക. എന്നിട്ട് അവിടെ ഒരു ഭീമൻ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഭീമൻ സ്വർണത്തിന്റെ വലിയ അഗ്രഗണ്യനാണ്. അവിടെയാണ് ചെന്നിട്ട് ഇഷ്ടം പോലെയുള്ള കൃഷ്ണായ നമോ എന്ന സാധനങ്ങൾ, പത്രങ്ങൾ, ഉരുപ്പിടികൾ, കൈക്കും കാറ്റും പറയും അത് വാരിപ്പൊലിയായിട്ട് എടുക്കുക. ഇത് മാത്രം മതിയോ കൃഷ്ണ? ഈ പണ്ടം മാത്രം? ഹേ ശീമാട്ടി വലിയ അക്ഷരത്തിൽ കണ്ടില്ലേ കോട്ടയത്ത്? അതിനെ കൂടെ എഴുന്നതെണ്ണം. ഒന്നാമത് അവിടെ ചെന്നാൽ കല്യാണത്തിന് ഉചിതമായിട്ടുള്ള സാരികളും സകലതും അത് കൊടുത്ത് അങ്ങോട്ട് എഴുന്നല്ല. എന്നിട്ടോ അവിടെ അങ്ങോട്ട് ചെന്നാൽ ഏട്ടം വരുന്നുണ്ട് കേട്ടാലേ ശിവ പുറത്തിറങ്ങില്ല. ഏകദേശം ആ ഗേറ്റിലെത്തുമ്പോൾ തന്നെ വീരാഗ്രേസര മധ്യമ പാണ്ഡവ അർജുന അസ്സലായിടോ ഒരു ഞാൻ നിങ്ങളൊന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞേക്കണം. അല്ലെങ്കിൽ ഇറങ്ങില്ല പുറത്ത്. ഏട്ടന് അത്ര വലിയ പേടിയാ അവർക്ക്. ഏട്ടന്റെ അവസ്ഥ എന്താണ്? കൃഷ്ണ ഇതൊക്കെ ഇപ്പൊ അബദ്ധമല്ല, ഇതിനൊക്കെ വന്നു. ഇനി എന്താ ഇതൊന്നിപ്പം അവിടെ എത്തുമ്പോ എനിക്ക് വല്ലതുമൊക്കെ തോന്നി ഞാൻ വല്ലതുമൊക്കെ അങ്ങനെ പ്രവർത്തിച്ചു പോയത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൃഷ്ണ. കൃഷ്ണൻ കൂടി വരൂ. കൃഷ്ണൻ കൂടി വന്നാൽ ഇതൊക്കെ ഞാൻ ചെയ്യാം. അതെ നേരെ ബലഭദ്രസ്വാമി ഏത് കഴിച്ചാൽ ഇരുത്തി കൃഷ്ണ ഭഗവാൻ ഇരുന്നു. സ്വല്പം ചില സാത്വിക ഉത്സവം തുടങ്ങിയിട്ടുള്ളവരുണ്ടല്ലോ അവിടുത്തെ പ്രത്യേകക്കാര്, അവരൊക്കെ അങ്ങനെ കൂട്ടി ആലപ്പുഴ കൂടെ ചെന്ന് ആ ബന്ധങ്ങളൊക്കെ ഞാൻ എടുത്ത് ഒട്ടത്തെന്ന് വിശേഷങ്ങളായ വസ്ത്രങ്ങളൊക്കെ ഞാൻ എടുത്ത് അവിടെ ഞാൻ ചെന്നു. വിളിച്ചു പറയുന്നതിന് മുമ്പേ പറഞ്ഞില്ലേ, വിളിച്ചു മധ്യമ പാണ്ഡവ നിരാഗ്രേസര. കേട്ടു ബലഭദ്രസ്വാമിയുടെ ഒച്ച കേട്ടാ അറിയാം കിടുകിട ഉറച്ചിടങ്ങി. അപ്പൊ സുഭദ്ര പറഞ്ഞു, പിന്നെ അത്ര പേടിക്കണ്ട, കൊച്ചേട്ടൻ കൂടെ ഉണ്ടേതായിട്ട് കേട്ടില്ലേ? അർജുന്റെ സമാധാനായി. സുഖമായിട്ട് അങ്ങനെ വന്നു. തൃക്കാലിലാണ് വീണ നമസ്കരിച്ചു. ആ സാഹചര്യം ആഭരണങ്ങളും സ്ത്രീധനങ്ങളും പാരിപരിഹങ്ങളും ഒക്കെ അങ്ങനെ കൊടുത്ത് ദീർഘ സുമംഗലീ ഭവാ അനുഗ്രഹിച്ചു. ദീർഘായുഷ്മാൻ ഭവ, ദീർഘ സുമംഗലീ ഭവ അനുഗ്രഹമൊക്കെ തന്നെ കൊടുത്തു. സുഖമായിട്ടാണ് ആ കൃഷ്ണായ നമോ നമഃ സുഭദ്രാർജുനന്മാരോടുകൂടെ 10 ദിവസം അങ്ങനെ അവിടെ സുഖമായിട്ട് അനുഗ്രഹിച്ച് അവരുടെ സന്തോഷത്തിന് വേണ്ടി ഇന്ദ്രപ്രസ്ഥത്തിൽ താനെ വസിക്കുകയും ചെയ്തു. ഇതാണ് സുഭദ്രാഹരണം എന്ന ചരിത്രം എന്നങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചു. സാക്ഷാൽ മഹാരാജാവിനെ പരീക്ഷത്തിനെ ഇങ്ങനെ സുഭദ്രാഹരണം പറഞ്ഞു. അടുത്ത അധ്യായത്തിലാണ് ശ്രുതിഗീത. നരനാരായണന്മാരുടെ കൃഷ്ണായ നമോ നമഃ നാരദ നാരായണ സംവാദമായിട്ട് ശ്രുതിഗീതയെ പറഞ്ഞങ്ങനെ കേൾപ്പിച്ചു. അടുത്ത അധ്യായത്തിലാണ്
വൃകാസുരമോക്ഷം എന്ന് പറയും. ശാകുനേയൻ എന്ന്. കൃഷ്ണായ നമോ നമഃ, കൃഷ്ണായ നമോ നമഃ. ആ വൃകാസുരൻ കൃഷ്ണ കൃഷ്ണ ഭാ ആശുദോഷം പപ്രച്ഛ. നാരദനോട് ചോദിച്ചു ആശുദോഷൻ ആരാണ് മധ്യമാർഗത്തിൽ കണ്ടിട്ട്. അപ്പോ പറഞ്ഞു ശകുനീപുത്രനായിട്ടുള്ള വൃക. അങ്ങെന്താ ഇങ്ങനെ ചോദിക്കണ? സംശയിക്കാനൊന്നുമില്ല. ദേശാസ്യൻ ബാണൻ മുതലായിട്ടുള്ളവരൊക്കെ ശിവനെ സന്തോഷിപ്പിച്ചിട്ടാണ് വരം വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് വേഗത്തിൽ കാര്യം സാധിക്കണമെങ്കിൽ ശിവനാവേണ്ടത്. നാരദ കമം ഉപദേശിക്കൂ. എന്താ ശിവനെ സേവിക്കാനുള്ള മന്ത്രം? ഒരു മന്ത്രം. ആ ബേഷ് പോയിക്കോളൂ പോയിക്കോളൂ, ഇതൊക്കെ ഞാനായിക്കോളാം. ആ ശിവനെയാണ് സേവിക്കാൻ തുടങ്ങിയല്ലോ. ശിവനെ എത്ര ദിവസം? 5 ദിവസം സേവിച്ചു. 5 ദിവസം കഴിഞ്ഞിട്ടും ശിവൻ പ്രത്യക്ഷാവില്ല. ആഹാ, ഇത്രയൊന്നും താമസിക്കോ? ഇല്ല, അത്രക്കൊന്നും ഇപ്പൊ ക്ഷമയില്ല. 6ാമത്തെ ദിവസം ആദ്യത്തെ ആഹുതിക്ക് തന്നെ ഈ കഴുത്താഭാവം. പ്രസാദിക്കോ ഇല്ലയോ? ഇല്ലെങ്കിൽ വേണ്ട. പ്രസാദിക്കുമെങ്കിൽ ഇപ്പൊ പ്രസാദിക്കണം, ഇല്ലെങ്കിൽ പ്രസാദം പിന്നെ അടുത്ത ജന്മത്തിൽ മതി. പാളം കൊണ്ട് എടുത്ത് കഴുത്ത് വെട്ടാൻ ഭാവിച്ചപ്പോ ഭഗവാൻ പ്രത്യക്ഷമായി നിഷേധിച്ചു. എന്താ അങ്ങ് ചെയ്യാൻ ഭാവിക്കണോ? ഈ ധർമ്മസാധനമായിട്ടുള്ള ദേഹം നശിപ്പിക്കാൻ ഇടുകയാണോ? ശിക്ഷി ഒരിക്കലും വരുതേ. നിർത്തണം നിർത്തണം. ഇതാ വരദനായിരിക്കുന്ന ഞാൻ നിനക്ക് എന്താ അഭീഷ്ടം വെച്ചാൽ തരാൻ തയ്യാറായിരുന്നു. അപ്പൊ ഒട്ടാകം അങ്ങനെ നോക്കിയപ്പോ നല്ല ഹരത്തിൽ തോന്നി അദ്ദേഹത്തിന് വേണ്ടത്. ആർക്ക്? വൃകാസുരന്. എന്റെ കയ്യെ ആരെ തലയിലാ വെക്കണത് എന്ന് വെച്ചാൽ അവന്റെ തലമുട്ടി അങ്ങോട്ട് വെക്കണം. അങ്ങനെ ഒരു വരം തരണം. ബ്രഹ്മനായിവ വളരെ അല്ല, ഇതെന്തോ ഒരു അബദ്ധത്തിനാണിവൻ ഈ വരം വരിക്കുന്നത് എന്ന് തോന്നി പരമേശ്വരന്. തരാന്ന് പറഞ്ഞാൽ പിന്നെ തരില്ല എന്ന് പറയാം. കൊയ്യല്ലോ തഥാസ്തു എന്നോട് പറഞ്ഞു. വരാനായിട്ട് കയ്യിൽ കിട്ടിയില്ലേ? ഒന്നുകൂടെ നോക്കിയപ്പോ വാമാങ്കഭാവേ ത്രൈലോക്യമോഹിനിയായ സാക്ഷാൽ പാർവതീദേവിയോടുകൂടി പ്രത്യക്ഷമായിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഒഴിക്കുള്ളൂ. നോക്കിയപ്പോ ഇപ്പോഴും തന്നെ ഇതിന്റെ അവസരം. ഈ ശിവന്റെ തലയത്തിന്റെ കയ്യെ കെട്ടി വെക്കുക, പൊട്ടി ആമിട്ട് പൊട്ടുപോലെ ആയിട്ട് പൊട്ടുവേ, സംശയമൊന്നുമില്ല. അപ്പൊ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഹാ, ഗൗരിക്കൊച്ചമ്മയെ കാറിൽ വെച്ച് ഒരൊറ്റ നടയും നടക്കാമെന്ന് നിശ്ചയിച്ചു. വെള്ളം നോക്കണം. ഭഗവാൻ പരമേശ്വരന്റെ തലയിൽ കൈവെക്കാൻ കഴിയുമ്പോൾ എത്തിപ്പിടിച്ച് ഓട്ടറോടോട്ടം ഇറങ്ങിയല്ലോ. എന്താ രക്ഷ? താൻ കൊടുത്തുള്ള ഒരു പരമല്ലേ, അത് മിഥ്യയായി പോവോ? ഓടി വിചാരിച്ചു. എന്താ ഇവിടുന്ന് എന്താ ഇങ്ങനെ പരിഭ്രമിച്ച് ഓടുന്നു? ഭഗവാനെ ഒന്നും പറയണ്ട. ഭഗവാനെ പഞ്ചാനർത്ഥ സ്വയംകൃത എന്ന് പ്രസിദ്ധം. 6ാമത്തെ അനർത്ഥം സ്വയംകൃത അനർത്ഥ. വരുന്നുണ്ട് ഒരു രസികൻ. കൃഷ്ണ കൃഷ്ണ ഇങ്ങനെയൊക്കെ ഒരു വരം കൊടുത്ത് പോയിരിക്കണു. അവൻ കയ്യും കവിത്തി പിടിച്ച് നമ്മളെ പിന്നാലെ പക്ഷായിരിക്കണമല്ലോ. അഹോ, അങ്ങനെയാണോ? നല്ല ഒരു പക്ഷേ അവിടുത്തെ ഗുണഗണങ്ങൾ വേണ്ട പോലെ സരസ്വതി അസലായിട്ടുണ്ടാവും. കുറച്ച് അവൻ കേട്ടാലേ ഒന്ന് ദുഷ്ടു എന്നൊക്കെ തോന്നും. അവിടുന്ന് ഒന്നും വന്നാലും എന്ത് പറഞ്ഞാലും വേണ്ടില്ല ഭഗവാനെ. എന്നാ സമ്മതമൊക്കെ എടുത്ത് നേരെ ഒരു ബ്രഹ്മചാരിയുടെ വേഷമൊക്കെ ധരിച്ച് ആ മഞ്ഞവാളിൻ്റെ ഇതിൻ്റെ വേഷമൊക്കെ എടുത്തങ്ങനെ പൊട്ടി വിടുന്നുണ്ട്. ചോദിച്ചു ശാകുനേയ എന്താ? ഓ ബ്രഹ്മചാരി നമസ്തേ, കാര്യങ്ങളൊക്കെ പറയാം. അല്ലല്ല വരൂ. അതൊക്കെ പിന്നെ പറയാം. പുണ്ണി പാമ്പിനെയൊക്കെ കൊടുത്ത് കെട്ടിയിട്ട് ജട്ടയൊക്കെ ആയിട്ട് വെണ്ണീറൊക്കെ തേച്ച് പുഴുത്തോലും കൊടുത്തിട്ട് റാണിയിലെ കൂടി ഇങ്ങോട്ട് പോയോ? ഇതേ കൂടി ഇങ്ങോട്ട് പോയോ ഒരാള്? അല്ല വഴിക്കേ കൂടി. നമോ നമഃ ഹരേ ഗുരുവായൂരപ്പ. എന്താ ഹേ, അങ്ങ് മഹാനുഭാവൻ പരമയോഗ്യൻ. ഇയാളുടെ പിന്നാലെ കൂടിയിട്ടാണോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്? ആരെങ്കിലും ഒരു ബുദ്ധിയുള്ളവൻ, ഒരു തറവാടിത്തുള്ളവൻ ഇയാളുടെ പിന്നാലെ നടക്കുവോ? എന്തൊരു യോഗ്യത കണ്ടിട്ടാപ്പ ഈ അങ്ങ് ചാടുന്നു? ചൂട്ടുകാറ്റിലെ വെണ്ണീരും തെച്ച് പാമ്പിനെയും കോർത്ത് കെട്ടി, കൃഷ്ണകുണ്ടലത്തിനും പാമ്പ്, പിന്നെ കഴുത്തിൽ ഹാരത്തിനും പാമ്പ്, കങ്കണത്തിനും പാമ്പ്, ഇങ്ങനെ ഒരു വേഷവും കെട്ടി നടക്കണ ഒരാളെങ്കിലും അദ്ദേഹത്തിന് പിന്നാലെ നടക്കാറില്ല. അങ്ങേക്ക് എന്തായേ ഇങ്ങനെ ഒരു ബുദ്ധി വന്നത്? അതും വിശിഷ്യ ദക്ഷയാഗില്ലേ? ദക്ഷയാഗം കേട്ടിട്ടില്ലേ? ദക്ഷപ്രജാപതിയുടെ യാഗേ. അത് മുതൽക്ക് നാരായണ അദ്ദേഹത്തിനെയും കൂട്ടുകാരെയും തുടങ്ങിയല്ലോ കൃഷ്ണായ നമ. അതുകൊണ്ട് അതിലൊന്നും ഭ്രമിക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ഈ ധർമ്മസാധനമായ ദേഹം ഇങ്ങനെയൊന്നും അബദ്ധത്തിലാവരുത്. പിന്നെ നീ അതൊന്നും പറഞ്ഞാൽ എന്നാ പിന്നെ തീർച്ചയായിട്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടാണ് ദുഃഖം അനുഭവിക്കുന്നതെങ്കിലും ശരി. എന്നാ പരീക്ഷ ഇപ്പം നമുക്ക് കഴിക്കാം. നമുക്ക് രണ്ടാളില്ലേ പരീക്ഷിച്ച് അത് ഫലിക്കും വരമെങ്കിൽ നമുക്ക് പിടിക്കാം. ഞാനും കൂടി വരാം. അത് ശരിയാ. എന്തിനു പറയണോ? പതോഹി പേശലീഹിതാ പറഞ്ഞത്. പേശല വാക്കുകളെ കൊണ്ട് ഭഗവാൻ ആ കൃഷ്ണവൃകാസുരനെ അങ്ങോട്ട് മോഹിപ്പിച്ചു. ശരിയാണെന്ന് തോന്നി. അവൻ്റെ കൈ തന്നെ അവൻ്റെ തലയിൽ അവൻ തന്നെ അങ്ങോട്ട് വെച്ചു. അമിട്ട് പൊട്ടും പോലെ അങ്ങോട്ട് പൊട്ടിയെടുത്ത് തെറിക്കുകയും ചെയ്തു.
അപ്പോൾ ദേവന്മാരെല്ലാവരും പുഷ്പവൃഷം ചെയ്തു. ഭഗവാനും ഒരു പുഷ്പവൃഷമൊക്കെ ചെയ്ത് പാഞ്ചജന്യമൊക്കെ എടുത്ത് അങ്ങനെ വിളിച്ചു. എന്താ ഭഗവാൻ പരമേശ്വരനെ ഇവിടുന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടെ കിടന്ന് എത്തുമോ പേടിയാണല്ലോ. ഇത് ഇവിടെ വന്നത് തൊട്ടാ കഴിഞ്ഞില്ലേ. അപ്പോൾ പാഞ്ചജന്യം കൊണ്ട് സമാധാനിപ്പിച്ചു. ജയത്തൊരു കേട്ടു. പരമേശ്വരൻ സന്തോഷമായി നിർത്താം. വേഗം ഇവിടെ അങ്ങനെ വന്നു. പിന്നെ എന്തായി പ്രഭോ ചോദിച്ചു. പ്രഭോ കഴിഞ്ഞു കൃഷ്ണായ നമോ നമ. അപ്പൊ എന്താ അങ്ങനെ സംഭവിച്ചത് എന്നൊരു സംശയം മഹാരാജാവിന് വരികയാണ്. ആ ഭാവം കൊണ്ട് ഒന്ന് മുഖത്ത് നോക്കിയപ്പോൾ പറഞ്ഞു, ഇതാണ് കൃഷ്ണായ നമോ നമഃ. ഏതൊരു ദൈവത്തെ പൂജിക്കുമ്പോഴും ഏതൊരു ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോഴും അവരവർക്ക് ചിത്തശുദ്ധി ഉണ്ടായില്ല എങ്കിൽ നാശത്തിനായിട്ടാണ് ഭവിക്കുക. അത് സംശയിക്കേണ്ട. ഈ ലോകം നന്നാവണം എന്നാഗ്രഹിക്കുന്നവർ ആരുണ്ടോ അവർക്ക് ആ ആഗ്രഹം ശരിയാണെങ്കിൽ ആദ്യം നന്നാവുന്നത് അവനാണ്. മറ്റൊരുത്തം നന്നാവണം എന്നല്ലാണ്ട് മറ്റൊരുത്തം നശിക്കണം എന്നുള്ള ആ വ്രതം ആര് തുടങ്ങുന്നുവോ അവിടെയൊക്കെ ആത്മനാശം ഫലം വരും. അത് ദൃഷ്ടാന്തമായിട്ട് അങ്ങനെ കാണിച്ചിരിക്കുകയാണ് സത്വമൂർത്തി ഭഗവാൻ. ഇങ്ങനെയൊന്നും ആർക്കും വരം കൊടുക്കില്ല. ശ്രീകൃഷ്ണൻ കൊടുക്കില്ല കൊടുത്തു എന്ന് കേട്ടിട്ടില്ല. കൊടുത്താൽ അത് കിട്ടിയാൽ കിട്ടിയത് തന്നെ. കിട്ടാൻ ഇത്ര പണിയുണ്ട്. ഇതാണ് ആ വ്യത്യാസം എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൽപ്പിച്ചു. അതിനുശേഷം പിന്നെ ഹരേ ഗുരുവായൂരപ്പാ പ്രസീദ. അവിടുന്ന് പിന്നെ സത്വമൂർത്തി ആരാണ് എന്നൊരു പരീക്ഷയാണ് അടുത്ത അധ്യായത്തിൽ പറഞ്ഞത്. അതിൽ തന്നെയാണ് സന്താനഗോപാലവും. ഹരേ ഗുരുവായൂരപ്പാ പ്രസീദ. നാരായണീയത്തിൽ ഭട്ടപാദെടുത്തില്ലേ ഭൃഗുമുനി മോഹിന്യംബരീഷാവിവൃത്തേഷു ഐരവഹി മഹത്വം സർവസർവാദിചൈത്രം. ആ ഭാഗമാണ് എടുക്കുന്നത്. സരസ്വതി തീരവാസികളായിരിക്കുന്ന കൃഷ്ണായ നമഃ ഋഷീശ്വരന്മാരെല്ലാവരും കൂടെ കൃഷ്ണ ആരെയാണ് സേവിക്കേണ്ടത്? ആരെ സേവിച്ചാലാണ് കൃഷ്ണായ നമോ നമ ശുഭം വരിക? ആരാ സത്വമൂർത്തി? ത്രിഷ്വധീശേഷു കോ മഹാൻ. 3 അധീശ്വരന്മാരിൽ വെച്ചിട്ട് മഹാനായിരിക്കുന്ന ആൾ ആര് എന്നാണ്. അപ്പോ അഭിപ്രായ വ്യത്യാസങ്ങളായി. ഇന്നയാളാണ് മറ്റേയാളാണ്, സാത്വികനാണ് മറ്റേയാൾ സാത്വികനാണ് തുടങ്ങിയല്ലോ. അപ്പോ ആരും തീർപ്പ് കൽപ്പിക്കാൻ കൃഷ്ണായ നമ നിവൃത്തിയില്ലാത്ത നിലയിൽ വന്നപ്പോൾ എല്ലാവരും കൂടെ പത്നിപ്രീ പ്രേഷയാമാസ ഭൃഗും ബ്രഹ്മസുതം മുനിം. ബ്രഹ്മപുത്രനായിരിക്കുന്ന ഭൃഗു മഹർഷിയെ ഏകാംഗ കമ്മിറ്റി തീർച്ചയാക്കാൻ അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ. ഒരൊറ്റയാളെ അദ്ദേഹത്തിനാണ് നിശ്ചയിച്ചു പരീക്ഷിച്ച് തീർച്ചയാക്കട്ടെ എന്ന്. അത് പ്രകാരം ഭൃഗു മഹർഷി നേരെ അങ്ങനെ ചെന്നു. കൃഷ്ണ സത്യലോകത്തിൽ ചെന്ന് കൃഷ്ണായ നമഃ ആ ഹരേ ഗുരുവായൂരപ്പ ബ്രഹ്മദേവന്റെ മുൻപിൽ അങ്ങനെ ഇരുന്നു. ക്ഷേമായിട്ട് കാലുമൊക്കെ അങ്ങനെ വെച്ചിട്ട് അപ്പൊ അച്ഛന്റെ മുമ്പിൽ വളരെ വണക്കത്തോട് കൂടിയിട്ടാ ഇന്നങ്ങൾ കണ്ടില്ലേ ബ്രഹ്മാവിന് ഒന്നും ഇത് മുമ്പിട്ട് അല്ലെന്തൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ആയി പോയല്ലോ എന്ന് കോപം വന്നു എന്ന് മനസ്സിലായപ്പോ അവിടുന്ന് ഉടനെ ഇറങ്ങിയല്ലോ. നേരെയാണ് തഥാ കൈലാസമകമൽ. കൈലാസത്തിലേക്കാണ് ചെന്നപ്പോ ഭൃഗു സഹോദരൻ എന്നുള്ള നിലക്ക് സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ച് ആരെങ്കിലും ചെയ്യാൻ പോയി പരമേശ്വരൻ. അപ്പോ പറഞ്ഞു, ഹേ മാറിക്കൂ, ഞാൻ ഭൃഗുവാണ്. കണ്ട ചൂട്ടുകാട്ടിലും അവിടെ ഇവിടെയൊക്കെ റെഡിലാണ്. റെഡി നടന്ന് കിട്ടിയതൊക്കെ ഭക്ഷിച്ച് അശുദ്ധാക്ക് എന്ന് തൊട്ടശുദ്ധാക്കാന്നാണ് പറഞ്ഞില്ലേ. സർവേശ്വരൻ തൊട്ടിട്ട് അശുദ്ധാവുക. അതങ്ങത്ത് കേട്ടപ്പോ വന്നു ദേഷ്യം. ഇനി നിന്റെ കഥ കഴിച്ചല്ലാതെ കണ്ട് ഇനി വേറൊരു കാര്യമില്ല.